Amen. Stotram. Greetings in the matchless name of Lord and Savior Jesus Christ. ബ്ലസ് ഓസ്ട്രേലിയയുടെ നാഷണൽ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 2ാം ദിനത്തിലേക്ക് നാം ആയിരിക്കുന്നുവല്ലോ. രാജ്യത്തിന്റെ ഉണർവിനായി നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന ദിവസമാണല്ലോ. പ്രത്യേകിച്ച് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീ വെച്ചു ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഓപ്പണിംഗ് പ്രയറിനായി പാസ്റ്റർ സജിമോൻ സക്രിയ ക്യൂൻസ്ലാൻഡിൽ നിന്നും, അപ്പോൾ തന്നെ വർഷിപ്പ് ടീം ബ്രദർ ജോർജ് ജോൺ ആൻഡ് ജിലോങ് ടീമിനെ ക്ഷണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ വൈകിയ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ബ്ലസ് ഓസ്ട്രേലിയയുടെ 2ാം ദിനത്തിലെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ലോകരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഈ സൂം മീഡിയയിലൂടെ കടന്നു വരുവാൻ തക്കോണം ഈ വൈകിയ സമയം ഞങ്ങളെ സഹായിച്ചല്ലോ, അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തിന് മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പിരിഞ്ഞു. എന്നാൽ അന്ന് മുതൽ ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി വിവിധ സ്റ്റേറ്റുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ സൂമിലൂടെ കർത്താവ് ഒരു ഫാസ്റ്റിംഗ് പ്രയറായിട്ട് കൂടി വരുവാൻ തക്കോണം ഒരു സാവകാശം കൂടെ നീ തന്നല്ലോ. വിശേഷാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഹല്ലേലൂയ അവരെ അധികമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രികാലം നടക്കുന്ന ഈ 2ാം ദിനം മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് റാൽസൺ ഹല്ലേലൂയ രാജുവിലൂടെ കർത്താവെ ഇന്ന് രാത്രി തന്നെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കണം. വിശേഷാൽ ദൈവവചനം സംസാരിക്കുന്ന അങ്ങയുടെ പ്രിയദാസൻ പാസ്റ്റർ സാം മാത്യു അവറുകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, മാറ്റമില്ലാത്ത ദൈവശബ്ദം തന്നിലൂടെ ഇന്ന് രാത്രി കേൾക്കുവാൻ തക്കോണം ഞങ്ങളുടെ ഹൃദയത്തെയും കാതുകളെയും നീ ഒരുക്കുമാറാകണേ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണം. വിശേഷാൽ വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പാട്ട് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ കൊയറുണ്ട്, എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പ. വിശേഷാൽ ഈ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും, വിശേഷാൽ ഉപവാസത്തോടെ ആയിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ആശ്വാസത്തോടെ മടക്കി അയക്കണമേ. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്താട്ടെ. തുടർന്ന് നടക്കുന്ന എല്ലാ മീറ്റിംഗുകളെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്താട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പൊന്നേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാകാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്ത് അടികൾക്കും ഈ ബ്ലസ് ഓസ്ട്രേലിയ എന്ന ആത്മീയ കൂട്ടായ്മയിൽ കടന്നു വരുവാനും ആത്മീയ ഗാനങ്ങൾ ആലോചിപ്പാനും ലഭിച്ച നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇതിൻ്റെ മുമ്പിലും പുറകിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നാം ആരും യാദൃശ്ചികമായി ഇന്ന് സന്ധ്യാകാലം കടന്നു വന്നവരല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമല്ലാതെ ആരും ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യാകാലം ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിട്ടില്ല. സ്തോത്രം. ഈ രാജ്യത്ത് നാം കടന്നു വന്നിട്ടില്ല. സ്തോത്രം. ഈ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്തോത്രം, ഉപവസിക്കുന്ന, സ്തോത്രം, ഈ രാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനത്തിൽ ഒരു ഹല്ലേലൂയ ഫിലമോൻ എഴുതിയ ലേഖനത്തിലേക്ക് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ജീവിതത്തിൽ റിസ്ക് എടുക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണാം. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ഹ്രസ്വവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്തോത്രം ഒരു കത്താണ് ഫിലമോൻ എഴുതിയ ലേഖനം. സ്തോത്രം. വളരെ സ്വകാര്യതയുള്ള ആ കത്ത്. സ്തോത്രം. കൊലോസ്യക്കാരനായ തൻ്റെ പ്രിയ സുഹൃത്തായ ഹല്ലേലൂയ തൻ്റെ കൂട്ടുവേലക്കാരനായ സ്തോത്രം ഫിലമോൻ എഴുതിയ ഒരു ലേഖനമാണ്. സ്തോത്രം. ഹല്ലേലൂയ 2000 വർഷക്കാലം വളരെ സ്വകാര്യമായി എഴുതിയ ആ ലേഖനം. സ്തോത്രം. ഹല്ലേലൂയ താൻ ആരും കാണണമെന്ന് ആഗ്രഹിച്ചല്ല, വളരെ വ്യക്തിപരമായി എഴുതിയ ഒരു കത്താണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു സുവിശേഷം പങ്കുവെച്ചാൽ പോലും സ്തോത്രം അത് മറ്റുള്ളവരോട് ഹല്ലേലൂയ പറയാൻ ഹല്ലേലൂയ വ്യഗ്രത കാണിക്കുന്ന ഹല്ലേലൂയ ജീവിതങ്ങളാണ് നാം ഓരോരുത്തരും.
പകൽക്കാലം ആ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിച്ചേ സ്തോത്രം. പൗലോസിനെ ഒന്ന് ശ്രദ്ധിച്ചേ സ്തോത്രം. താൻ ജീവിതത്തിൽ ഹല്ലേലൂയ റിസ്ക് എടുക്കുകയാണ് സ്തോത്രം. ഫിലിമോന്റെ അരികിൽ നിന്നും ഹല്ലേലൂയ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ഒരു വ്യക്തി പിന്നത്തേതിൽ ഹല്ലേലൂയ കർത്താവിനെ അറിയുകയും കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഹല്ലേലൂയ താൻ പറയുന്ന ഒരു വാക്കുണ്ട് സ്തോത്രം. എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ആകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് സ്തോത്രം. താൻ മടക്കി അയക്കുകയാണ് ഫിലിമോന്റെ അരികിലേക്ക് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ഹല്ലേലൂയ ചലഞ്ച് ചെയ്യുകയാണ് സ്തോത്രം. ഹല്ലേലൂയ കൂട്ടായി ഹല്ലേലൂയ ചില ജീവിതങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നും ഹല്ലേലൂയ ഈ രാജ്യത്ത് വലിയൊരു ഉണർവുണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഇന്ന് പകൽക്കാലം വ്യക്തിപരമായി ഹല്ലേലൂയ ഒരുവന്റെ വിടുതലിനു വേണ്ടി നാം എത്ര പേർ ആഗ്രഹിക്കുന്നു സ്തോത്രം. നാം റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ മോഷ്ടാവായിരുന്ന ഒരു വ്യക്തിയെ സ്തോത്രം ഹല്ലേലൂയ തൻ്റെ സ്വന്തം ജാമ്യത്തിലേക്ക് ഹല്ലേലൂയ പറഞ്ഞു വിടുകയാണ് സ്തോത്രം. കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാനത് കൊടുത്തു തീർക്കാമെന്ന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചാട്ട് സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ എല്ലാ ഭാവങ്ങൾ മാറട്ടെ സ്തോത്രം. നാം പലപ്പോഴും ചിന്തിക്കുന്നു നാം കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇന്ന് സന്ധ്യാകാലം നമ്മെ തന്നെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം സമർപ്പിക്കാം സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ സ്തോത്രം 3 ഉപമകളെ പറ്റി കർത്താവ് പറയുന്നു സ്തോത്രം. നഷ്ടപ്പെട്ടതിൻ്റെ ഹല്ലേലൂയ ഒന്ന് നഷ്ടപ്പെട്ടെ, ഒരു ആട് നഷ്ടപ്പെട്ടു, ഒരു ദ്രവ്യം നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ ഒരു മകൻ നഷ്ടപ്പെട്ടു. ഒന്നിനപ്പോൾ വളരെ വിലയുള്ളതാണ് സ്തോത്രം. കർത്താവ് വലിയ വില കൽപ്പിക്കുന്നു ഒന്നിന്. ഇന്ന് പകൽക്കാലം ഇന്ന് സന്ധ്യാകാലം ഹല്ലേലൂയ കർത്താവ് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം വ്യക്തിപരമായി ഹല്ലേലൂയ ചിലർക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ ഹല്ലേലൂയ നീ തയ്യാറാകുമോന്ന് ഒരു ചലഞ്ച് എന്ന് ഹല്ലേലൂയ സന്ധ്യാകാലം ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നു സ്തോത്രം. ഇത് സംസാരിക്കുമ്പോൾ ഇത് എനിക്കും ബാധകമാണ് സ്തോത്രം. ഇന്ന് സന്ധ്യാകാലം ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നമ്മളെ സ്ഥാനത്ത് സമർപ്പിക്കാം സ്തോത്രം. ഈ പാട്ടിന്റെ വരികൾ സ്തോത്രം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞാനിന്നു കുമ്പിടുന്നു എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്ദിതനാമന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജ
രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല, വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളൂ സ്നേഹമായാതവേ. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളൂ സ്നേഹമായാതവേ. യേശു രാജാവിനു സ്തോത്രം, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ചേർന്നേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഹല്ലേലൂയ. അവന്റെ സൃഷ്ടികളായ നാം എല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ പാടാം. ഓ സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഒരിക്കൽ കൂടി പാടാമോ? സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാകാലം നമുക്ക് ഒരുമിച്ച് തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവനൊപ്പം ചൊല്ലാൻ മറ്റൊരു നാമമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ജീവിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. കഴിയുമെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഹല്ലേലൂയ നിങ്ങളെ അനുവദിക്കുന്നെങ്കിൽ സ്തോത്രം വീഡിയോകളൊക്കെ ഓൺ ചെയ്ത് ഹല്ലേലൂയ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. ഓ എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ ഏകാരുടനായി. ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ ഏകാരുടനായി വരും യേശു. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശു ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. ഓ രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. ഓ രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവരെന്തും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവരെന്തും മാറാത്തവൻ.
ഒമേഗ അവനാദ്യൻ അന്ത്യൻ. യേശു ആൽഫ ഒമേഗ അവനാദ്യൻ അന്ത്യൻ. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോകും. മാറായെ മാധുര്യമാക്കാൻ കഴിവുള്ളോൻ പാറയെ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ചന്ദ്രമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ചന്ദ്രമായെന്നും നടത്തും. യേശു ആൽഫ ഒമേഗ അവനാദ്യൻ അന്ത്യൻ. യേശു ആൽഫ ഒമേഗ അവനാദ്യൻ അന്ത്യൻ. ഓ കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിലെന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിലും ആത്മാവിലെന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി നിന്നാലും പുതുബലം എന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരും. യേശു ആൽഫ ഒമേഗ അവനാദ്യൻ അന്ത്യൻ. യേശു ആൽഫ ഒമേഗ അവനാദ്യൻ അന്ത്യൻ. ഓ നാമെല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാമെല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകരു സ്തോത്രം ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകരു സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഓ വാദ്യഘോഷത്തോടെ ഏകമായി മാനവർ സ്തുതിക്കും നാഥന്റെ. വാദ്യഘോഷത്തോടെ ഏകമായി മാനവർ സ്തുതിക്കും നാഥന്റെ. തിരുപാദം എല്ലാവരും തേടി മന്ദതയകന്നു എന്നും എന്നും പാടുമോ. തിരുപാദം എല്ലാവരും തേടി മന്ദതയകന്നു. ഓ ഏറുഖേദമെത്രയെന്നാലും എല്ലാറ്റേയും അവനേറുഖേദമെത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. ഇടകളിൽ ഭാരം ഏതോ ചുമക്കുന്ന ഏക കർത്താവിന് സാദരം നാം പാടുമോ. ഇടകളിൽ ഭാരം ഏതോ ചുമക്കുന്ന ഏക കർത്താവിന് സാദരം നാം പാടുമോ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഓ എല്ലാവിധ ആവശ്യങ്ങളും അല്ലതോ ചെയ്തു തരുന്ന എല്ലാവിധ ആവശ്യങ്ങളും അല്ല
തീർത്ത നല്ല കർത്താവീന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുമോ. എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവീന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുമോ. ശത്രുവിൻ നഗ്നയസ്ത്രങ്ങളാ ശക്തിയാ ക്ഷീണിച്ചിടുമ്പോ, ശത്രുവേ നഗ്നയസ്ത്രങ്ങളാ ശക്തിയാ ക്ഷീണിച്ചിടുമ്പോ, ശത്രുവെ ജയിച്ച കർത്തൻ നാമം കൊണ്ട് ശുദ്ധർ കൂട്ടം നാമം നിത്യം സ്തുതി പാടുമോ. ശത്രുവെ ജയിച്ച കർത്തൻ നാമം കൊണ്ട് ശുദ്ധർ കൂട്ടം നാമം നിത്യം സ്തുതി പാടുമോ. ഹല്ലേലൂയ ഗീതം പാടിയാ ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിയാ ഹല്ലേലൂയ മാറിപ്പോകുമേ. നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. സർവ്വബഹുമാനം സ്തുതിയും ഓർവിനായകരുമകത്വം. ഓ സർവ്വബഹുമാനം സ്തുതിയോ ഓർവിനായകരുമകത്വം. അവൻ സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുമോ. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുമോ. ഹല്ലേലൂയ ഗീതം പാടിടാ ഹല്ലേലൂയ മാറിപ്പോകുമേ. ആമേൻ ഹല്ലേലൂയ ഗീതം പാടിടാ ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ ഏകമായി മാനവ സ്തുതിക്കും നാഥനെ. ഓ വാദ്യഘോഷത്തോടെ ഏകമായി മാനവ സ്തുതിക്കും നാഥനെ. അന്യതിരുപാദം എല്ലാവരും തേടി അന്തകയകന്ന് എന്നുമെന്നും പാടുമോ. തിരുപാദം എല്ലാവരും തേടി അന്തകയകന്ന് എന്നുമെന്നും പാടുമോ. ഹല്ലേലൂയ ഗീതം പാടിടാ ഹല്ലേലൂയ മാറിപ്പോകുമേ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാ ഹല്ലേലൂയ മാറിപ്പോകുമേ. നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഓയേറുമെത്രയെന്നാലോ എല്ലാറ്റെയും വിലക്കിയല്ലോ. ഏറുമെത്രയെന്നാലോ എല്ലാറ്റെയും വിലക്കിയല്ലോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏക കർത്താവീന് സാദരം നാം പാടുമോ. ഏഴകളിൽ ഭാരം ഏതും ചുമക്കുന്ന ഏക കർത്താവീന് സാദരം നാം പാടുമോ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാ ഹല്ലേലൂയ മാറിപ്പോകുമേ. ആമേൻ ഹല്ലേലൂയ ഗീതം പാടിടാ ഹല്ലേലൂയ മാറിപ്പോകുമേ. ആമേൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്.
എല്ലാവട്ടും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുമോ. എല്ലാവട്ടും തീർത്താൻ നല്ല കർത്താവേര് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുമോ. ഹല്ലേലൂയ ഗീതം പാടിടാം അല്ലലെല്ലാം മാറിപ്പോകുമേ. അവൻ ഹല്ലേലൂയ ഗീതം പാടിടാം അല്ലലെല്ലാം മാറിപ്പോകുമേ. ഓ അല്ലാഹ് നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. അല്ലാഹ് നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. സർവ്വമാനം സ്തുതിയും യഗനുമഹത്വം. ഓ സാർവബഹുമാനം സ്തുതിയോ ഓർവിനായകനുമഹത്വം. ഓ സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലു പകലും നാം ഹല്ലേലൂയ പാടുമോ. സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലു പകലും നാം ഹല്ലേലൂയ പാടും. സർവബഹുമാനം സർവബഹുമാനം സ്തുതിയോ ഓർവിനായകനുമഹത്വം. സർവബഹുമാനം സ്തുതിയോ ഓർവിനായകനുമഹത്വം. സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുമോ. സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുമോ. നാം എല്ലാവരും ഒന്നായി കൂടുമോ, നാഥനെ കൊണ്ടാടി പാടുമോ. നാം എല്ലാവരും ഒന്നായി കൂടുമോ, നാഥനെ കൊണ്ടാടി പാടുമോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുമോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുമോ. ഹല്ലേലൂയ ഗീതം പാടിടാം അല്ലലെല്ലാം മാറിപ്പോകുമേ. അവൻ ഹല്ലേലൂയ ഗീതം പാടിടാം അല്ലലെല്ലാം മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്ത ബ്രദർ ജോൺ ടീമിനെ നാമത്തിൽ പ്രത്യേകിച്ച് ബ്ലസ്സയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചാരംഭിച്ച സജിമോൻ പാസ്റ്ററിനോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. വീണ്ടും നമ്മൾ ഇന്റർസെഷൻ പ്രയറിനായി നമ്മെ തന്നെ അല്പസമയം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് NSW ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിനും വേണ്ടിയാ. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡിസ്പ്ലേയിൽ നമ്മൾ കാണുന്നത് പോലെ ദേശത്തിന് ഉണർവിന് വേണ്ടി യൗവനക്കാരിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടത്, സ്കൂളിൽ കോളേജിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ദൈവനാമം ഉയരുവാൻ, പൊളിറ്റിക്കൽ പ്രത്യേകിച്ച് എക്കണോമിക് ലീഡേഴ്സിനെയൊക്കെ ദൈവം എടുത്ത് ഉപയോഗിക്കേണ്ടതിനായി, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് വലിയൊരു ഉണർവ് നടക്കുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ സ്റ്റാൻലി തോമസ് ACT കാൻബറയിൽ നിന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഒരു നിമിഷക്കാലം കൂടെ ആയിത്തീരുവാൻ ദൈവം ഒരിക്കൽ നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു തുടങ്ങിയ കർത്താവേ, ബ്ലസ് ഓസ്ട്രേലിയയുടെ കർത്താവേ, ഈ വർഷത്തെ കർത്താവേ ഫാസ്റ്റിംഗ് പ്രയർ കർത്താവേ, രണ്ടാം ദിനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവേ ഹല്ലേലൂയ,
ദൈവമേ, ഞങ്ങൾ പറഞ്ഞ ഓരോ വിഷയം കാഞ്ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. വിശേഷാൽ കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ സ്ക്രീനിൽ കണ്ട എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. സ്തോത്രം. യഹോവ ഭക്തന്മാർ തമ്മിൽ മന്ത്രിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ട ദൈവമാകിയാൽ കർത്താവേ. സ്തോത്രം. ഇന്ന് ഞങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് മേലും കർത്താവേ ദൈവത്തിൻ്റെതായ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് കർത്താവേ. സ്തോത്രം. ദൈവമേ, ദേശത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാണ് കർത്താവേ. സ്തോത്രം. ക്യൂൻസ്ലാൻഡിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. NSWക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ 2 സ്റ്റേറ്റിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഈ ദിവസക്കാലം ദൈവത്തിന് വലിയൊരു പ്രവൃത്തി കർത്താവേ ദേശത്ത് നടക്കുമാറാണ് കർത്താവേ. സ്തോത്രം. അവിടെയുള്ള സ്കൂൾ കോളേജ് കർത്താവേ, ഹല്ലേലൂയ, ഒക്കെയും സുവിശേഷം അറിയിക്കുന്നവരായിട്ടിടയാക്കുമാറാണ്. അവിടുന്ന് ഒക്കെയും കർത്താവേ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ കർത്താവേ അവർ ദൈവത്തെ അറിയാത്തവരായിട്ടല്ല കർത്താവേ, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് കർത്താവേ ഈ ദേശത്തിന് മേൽ കർത്താവ് നിലനിൽക്കുന്ന കുഞ്ഞുങ്ങളായിട്ടിടയാക്കുമാറാണ് കർത്താവേ. സ്തോത്രം. ദൈവമേ, വിശേഷാൽ കർത്താവേ ഈ ഉപവാസ പ്രാർത്ഥന കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവേ ഞങ്ങളുടെ ലോക്കൽ സഭകൾക്ക് കർത്താവേ ഈ ദേശത്തിന് വിടുതൽ കാരണമായിട്ട് നീ സഹായിക്കുമാറാണ് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. യോന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ദൈവം കൊടുത്ത ആലോചന പ്രകാരം ദൈവമേ, ഹല്ലേലൂയ, നിലമേ പട്ടണത്തിൽ ചെന്ന് കർത്താവേ അവിടെ ദൈവത്തിന് ആലോചന പറഞ്ഞപ്പോൾ രാജാവ് മുതൽ കർത്താവേ, ഹല്ലേലൂയ, അവിടെ എല്ലാവരും ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരുന്ന സമയത്ത് അവർക്കൊണ്ട് ഉണ്ടാവാനിരുന്ന കർത്താവേ, ഹല്ലേലൂയ, അവർക്കുണ്ടാവായിരുന്ന കർത്താവേ ന്യായവിധി അവിടുന്ന് മാറിപ്പോയതുപോലെ കർത്താവേ ഞങ്ങളുടെ ദേശത്തിനുള്ള ന്യായവിധികൾ മാറ്റി മാറാണ് കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിന് സമാധാനം ഉണ്ടാവുമാറാണമേ. സുവിശേഷത്തിന് വിരോധമായി കർത്താവേ ഒരു ശബ്ദം ഉയരുവാൻ ഇടയാക്കല്ലേ കർത്താവേ. സ്തോത്രം. ഈ ദിവസക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ സാത്താന്യ കോട്ടകൾ തകരുമാറാണ് കർത്താവേ. സ്തോത്രം. ഇവിടെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദിവസമായി ഒരുമിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യുവാസ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ കർത്താവേ ഈ സ്റ്റേറ്റിലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമാറാണ് കർത്താവേ. സ്തോത്രം. ഇവിടെയുള്ള സ്കൂളുകളിലും കോളേജിലും കർത്താവേ, ഹല്ലേലൂയ, അവിടെ പഠിപ്പിക്കുമ്പോഴൊക്കെയും കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ അത്തിലൂടെയാക്കുമാറാണ് കർത്താവേ. സ്തോത്രം. ഈ ദിവസക്കാലം കർത്താവിലുള്ള എല്ലാ സഭകളെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. സ്തോത്രം. എല്ലാ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ സുവിശേഷ ടീമുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുവിശേഷം അറിയിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കുമാറാണ് കർത്താവേ. ഈ ദിവസക്കാലം കർത്താവ് വലിയൊരു കൊള്ള നിധി കിട്ടിയതുപോലെ കർത്താവേ ദൈവത്തിൽ നിന്ന് കർത്താവേ അനേക വിടുതൽ അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കുമാറാണ് കർത്താവേ. ഉപവാസ പ്രാർത്ഥന കാരണമായിട്ട് നീ സഹായിക്കുമാറാണ്. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഓരോ സ്റ്റേറ്റിലും കർത്താവേ ഞങ്ങളുടെ ഓരോ സർവ്വറിലും കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുമാറാണ് കർത്താവേ. സ്തോത്രം. സാത്താൻ അവകാശം പറയാനുള്ളതല്ല കർത്താവേ ദേശം കർത്താവേ. നിന്നാൽ അഭിഷിക്തന്മാർ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ, ഹല്ലേലൂയ, അന്ധകാര ശക്തി അയ്യോ നിന്നെ സഹായിക്കുമാറാണ്. വീട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ കർത്താവേ ഈ ദിവസക്കാലം കർത്താവേ, ഹല്ലേലൂയ, സാത്താന്യമായ പദ്ധതികൾ ദേശത്തിന് തകർന്നു പോയിടയാക്കുമാറാണ് കർത്താവേ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. സ്തോത്രം. തുടർന്ന് നമ്മൾ ഓഫറിങ്ങിന് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബ്ലസ് ഓസ്ട്രേലിയയുടെ സെപ്റ്റംബർ മാസം കോൺഫറൻസ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മുമ്പാരിച്ച ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെല്ലാം സഹകരിക്കുവാൻ ദൈവം പറയുന്നു. അപ്പോൾ തന്നെ ഓഫറിംഗ് സോങ്ങിനായി ബ്രദർ ജോർജ് ജോൺ ആൻഡ് ടീമിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥനയ്ക്കായി സന്തോഷ് ജോർജിനെ ക്ഷണിക്കുന്നു. ക്രിസ്തേശു നൽകും കരുണാപുരമേ, നിരക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ, പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ, നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ, പാപം അനേകം കറയധികം ഞാൻ
വീഴ്ത്തിടും കണ്ണീർ കൈപ്പേറിയതാ എൻ പാപം അധികം കരയധികം ഞാൻ വീഴ്ത്തിടും കണ്ണീർ കൈപ്പേറിയതാ വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാ കാംക്ഷയോടു നിന്നെ കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാ കാംക്ഷയോട് നിന്നെ മടങ്ങുകിലും നീ വിടും നീ ഞാൻ മടങ്ങുകിലും നീ വിടും നീ ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടും നാം പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരും നാം നിരക്ഷയം ദിവ്യ സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപൂരമേ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നല്ല സമയത്തെ ഓർത്തങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. ബ്ലസ്ഡ് ഓസ്ട്രേലിയ കർത്താവേ. ഹല്ലേലൂയ. 2-ാം ദിനത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ആദ്യം മുതൽ കർത്താവെ സ്തോത്രം ഇതുവരെയും കർത്താവെ സ്തോത്രം ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമായി കർത്താവെ നടക്കുവാൻ തൊക്കെ നീ സഹായിച്ച കൃപയോട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. പ്രത്യേകാൽ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ബ്ലസ് ഹോസ്റ്റൽ നടത്തുന്ന കർത്താവെ ഓരോ കോർ ടീം മെമ്പേഴ്സ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും, ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തോത്രം. ഓരോ ശുശ്രൂഷകൾ കർത്താവെ ചെയ്യുന്ന ഓരോ ദേവദാസന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരോരോരുത്തരും നീ ബ്ലസ് ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഈ സമയം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഓഫറിംഗിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നീ കരങ്ങളെ ബലപ്പെടുത്തി കൃപയോട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. നൽകാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും, അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് കർത്താവ് ഞങ്ങൾ ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങൾ ദാഹത്തോടും കർത്താവെ ഹല്ലേലൂയ സ്തോത്രം വചനത്തിന്റെ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ ആഗ്രഹിച്ച് നിന്റെ സ്ഥലം ഞങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവെ വരുന്ന ഓരോ ജനങ്ങൾക്കും കർത്താവെ സ്തോത്രം അവർക്ക് വേണ്ടതായിട്ടുള്ള കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ദൈവമേ ആത്മാവിനാൽ കർത്താവ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. വചനത്താലും കർത്താവ് ആത്മാവിനാൽ കർത്താവെ നീ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. കർത്തദാസന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശക്തമായ കർത്താവ് ഞങ്ങളുടെ കർത്താവ് മധ്യത്തിൽ കർത്താവെ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവെ സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സ്ഥലത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ യാചിക്കുന്നു. ആമേൻ. 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 പ്രത്യേകിച്ച് സന്തോഷ് ബ്രദറിനോടുള്ള നന്ദിയെ അറിയിക്കുന്നു.
ഇത്രത്തോളം ദൈവം അനുഗ്രഹമായി ദൈവം നടത്തിയല്ലോ. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ബ്ലെസ് ഓസ്ട്രേലിയയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി അനൗൺസ്മെന്റിനായി ചില സമയങ്ങൾ വേർതിരിക്കുന്നു. നാളെ നമ്മുടെ 3-ാം ദിവസത്തെ അവസാനത്തെ മീറ്റിംഗ്, പ്രത്യേകിച്ച് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി എം പോൾ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ വർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ശാലേം ക്രിസ്ത്യൻ അസംബ്ലി സിഡ്നിയിൽ നിന്ന് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും കടന്നു വരുവാൻ ഉത്സാഹിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ലിങ്ക് എല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും എല്ലാവരും ഒരുമിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ഈടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. തുടർന്ന് നാഷണൽ ബ്ലെസ് ഓസ്ട്രേലിയയുടെ 2024 നാഷണൽ കോൺഫറൻസ് ദൈവമായാൽ ഓഗസ്റ്റ് മാസം 16-17 പെർത്തിൽ വെച്ചും 23-24 അഡ്ലേഡിൽ വെച്ചും 30-31 ദിവസങ്ങൾ ആലിസ് സ്പ്രിംഗിലും, അപ്പോൾ തന്നെ മെൽബണിൽ 6-7 സെപ്റ്റംബർ മാസം, ബ്രിസ്ബെയിനിൽ 13-14 ദിവസങ്ങളിലും, സിഡ്നിയിൽ 20-21 ദിവസങ്ങളിലും ആയിരിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരും ആയിരിക്കുന്ന സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ടൈം ബ്ലോക്ക് ചെയ്ത് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഉത്സാഹിക്കുവാൻ ഇടയാകട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തുടർന്ന് ഞാൻ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് നാം കടന്നു പോകുന്നു. ഇനിയെ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും ആയിരിക്കാൻ ഇടയാകട്ടെ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കർത്താവിൻ്റെ ദൈവദാസനെയാ ദൈവം നമുക്ക് ഇന്ന് അയച്ചിരിക്കുന്ന പാസ്റ്റർ സാം മാത്യുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പവർവിഷൻ മീഡിയയിൽ കൂടി നമുക്ക് ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന, അപ്പോൾ തന്നെ രഹോബോത്ത് വർഷിപ്പ് സെന്റർ പത്തനംതിട്ടയിൽ ഒരു പൈനിയർ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസൻ ആയിരിക്കുന്നു. ഇൻഡിപെൻഡന്റ് ആയി ശുശ്രൂഷയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ കടന്നുപോയി ദൈവം അയക്കുന്നിടത്തൊക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ സാം പാസ്റ്ററിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ദൈവനാമത്തിൽ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കാൻ സ്വർഗം ഒരുക്കിയ വലിയ കൃപയോർത്ത് രക്ഷകന്റെ പാദത്തിൽ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ മീറ്റിംഗിനെ അനുഗ്രഹീതമായി ലീഡ് ചെയ്യുന്ന അഭിഷിക്ത കർത്തൃദാസൻ, ബ്ലെസ് ഓസ്ട്രേലിയ എന്ന അനുഗ്രഹീത ഉണർവിന്റെ മൂവ്മെന്റിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും ചുമത്തി കൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വെളിപ്പാട് വേറുന്ന അഭിഷക്ത കർത്തൃദാസന്മാരുടെ ഒരു സമൂഹം ഇതിന്റെ പിമ്പിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും വന്ദനം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി ആദരവോടെ വന്ദനം ചെയ്തുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. മുഖവരകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1 Corinthians chapter 2 verse 7 and 8. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം എത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അതിന്റെ 2-ാമത്തെ ഭാഗം ഒരിക്കൽ കൂടെ വായിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗം. ഈ 2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒത്തിരി ആഴമേറിയ സംഗതികളെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ലോർഡ് ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ കർത്താവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വളരെ ചുരുങ്ങിയ ഭാഗങ്ങളിലാണ് തേജസ്സിന്റെ കർത്താവ്, തേജസ്സിന്റെ ദൈവം എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 24-ാം സങ്കീർത്തനം 7 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മഹത്വത്തിന്റെ രാജാവ്, കിങ് ഓഫ് ഗ്ലോറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗോഡ് ഓഫ് ഗ്ലോറി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് ലോർഡ് ഓഫ് ഗ്ലോറി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഗോഡ് ഓഫ് ഗ്ലോറി, കിങ് ഓഫ് ഗ്ലോറി, ലോർഡ് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ദർശനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കൂട്ടർ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ക്രിസ്തു പാപികളുടെ സ്നേഹിതൻ,
ക്രിസ്തു അധർമ്മികളുടെ കൂട്ടാളി. ആകയാൽ അവരോടൊക്കെ ഇത്. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കൊരു ദൈവ പൈതലിൽ ഉണ്ടായിരിക്കേണ്ട വെളിപ്പാട്, അവൻ പാപികളുടെ സ്നേഹിതൻ എന്നുള്ളതല്ല. ഹി ഈസ് ലോർഡ് ഓഫ് ഗോഡ് ഓഫ് ഗ്ലോറി. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ ദൈവമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മഹത്വത്തിനകത്ത്, ദൈവത്തിന്റെ തേജസ്സിനകത്ത് മറയപ്പെട്ടവനും ദൈവത്തിന്റെ തേജസ്സിലേക്ക് വളർന്നു വരുന്നവനുമായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഈ 6, 7, 8 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 3 പ്രധാനപ്പെട്ട ജ്ഞാനങ്ങളെ, 3 types of wisdom are mentioned here. 3 പ്രധാനപ്പെട്ട ജ്ഞാനങ്ങളെ കുറിച്ച് പറയുകയാണ്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 ജ്ഞാനങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, ഈ ലോകത്തിന്റെ ജ്ഞാനം, വിസ്ഡം ഓഫ് ദ കറന്റ് വേൾഡ്. ഈ ലോകത്തിന്റെ, അതായത് ലോകത്തിന്റെ ജ്ഞാനം എന്നല്ല, വിസ്ഡം ഓഫ് ദ കറന്റ് വേൾഡ്. ഓരോ കാലഘട്ടത്തിലും ലോകത്തിന് ഓരോ ജ്ഞാനമായിരുന്നു. സ്തോത്രം. ഒരു കാലത്ത് ലോകം അഗ്രികൾച്ചറിലായിരുന്നു അവർ ഏറ്റവും അധികം വിസ്ഡം ചെലുത്തിയിരുന്നത്. ഒരു കാലത്ത് ടെക്നോളജി, ഒരു കാലത്ത് കമ്പ്യൂട്ടർ ഇന്നോവേഷൻ, സോഫ്റ്റ്വെയർ ഇന്നോവേഷൻ. ഇന്നത്തെയൊക്കെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്തും സ്പേസ് സയൻസിനകത്തുമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചെലുത്തുന്നത്. As the time moves, the wisdom of the world also changes. കാലം മാറുന്നതനുസരിച്ച് ലോകത്തിന്റെ ജ്ഞാനവും മാറിക്കൊണ്ടിരിക്കും. ആകയാൽ പറയുകയാണ്, കാലം മാറുന്നതനുസരിച്ച് മാറുന്ന കണ്ടംപററി വേൾഡ് വിസ്ഡം അല്ല നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്. രണ്ടാമതായി പറയുകയാണ്, നശിച്ചു പോകുന്ന ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം എന്ന് പറയുകയാണ്. ആ പ്രഭുക്കന്മാരുടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ വിസ്ഡം, രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ വിസ്ഡം, ലോക രാജാക്കന്മാരുടെ വിസ്ഡം, ഇങ്ങനെ ഒരു ജ്ഞാനത്തെ കുറിച്ച് പറയുകയാണ്. തിരുവെഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പൈശാചിക ജ്ഞാനം തുടങ്ങി ദൈവിക ജ്ഞാനം വരെയുള്ള ജ്ഞാനത്തിന്റെ ഭയങ്കരമായ 2 എക്സ്ട്രീമിനകത്തു നിന്ന് നമുക്ക് ആഴമായി പഠിപ്പാൻ കഴിയും. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. എന്നാൽ ഇവിടെ 3 ജ്ഞാനത്തെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, വിസ്ഡം ഓഫ് ദ കണ്ടംപററി വേൾഡ്. 2, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ, പ്രിൻസസ് ഓഫ് ദിസ് വേൾഡ്. മൂന്നാമതായി അവിടെ പറയുന്നതായ ഒരു ജ്ഞാനത്തെ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. എ സീക്രട്ട് ആൻഡ് ഹിഡൻ വിസ്ഡം decreed for the glory of us. നമ്മളുടെ മഹത്വത്തിന് വേണ്ടിയുള്ളതായ ദൈവജ്ഞാനം. ആമേൻ. മൂന്നാമത്തെ ജ്ഞാനത്തെ ഇങ്ങനെ ചുരുക്കി പറയാം. ആമേൻ. നമ്മുടെ മഹത്വത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ജ്ഞാനം. The wisdom of God which decreed long ago before the formation of the world for the glory of us. നമ്മുടെ മഹത്വത്തിന് വേണ്ടിയുള്ള ദൈവജ്ഞാനം. ഇന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ മഹത്വത്തിന് വേണ്ടി ഉള്ള ദൈവത്തിന്റെ ജ്ഞാനം. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ആ ജ്ഞാനം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ 3 ജ്ഞാനം, കണ്ടംപററി വേൾഡ്, പ്രിൻസസ് ഓഫ് ദ വേൾഡ്. 3 ദൈവത്തിന്റെ ജ്ഞാനം. ആ ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുകയാണ്, നമ്മളുടെ മഹത്വത്തിനു വേണ്ടി, നമ്മളുടെ തേജസ്സിനു വേണ്ടി ദൈവം മുൻനിയമിച്ച, ദൈവം പ്രസ്താവിച്ചതായ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ജ്ഞാനം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞാട്ട്, ദൈവത്തിന്റെ ജ്ഞാനം എന്റെ തകർച്ചയ്ക്ക് വേണ്ടിയും എന്റെ താഴ്ചയ്ക്ക് വേണ്ടിയുമല്ല, എന്റെ മഹത്വത്തിന് വേണ്ടി, എന്നെ മാനിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതി എന്റെ മാന്യതയ്ക്കും എന്റെ തേജസ്കരണത്തിനും വേണ്ടിയാണ്. എത്ര മനോഹരമായിട്ടാണ് അവിടെ പറയുന്നത്, എന്റെ തേജസ്സിനു വേണ്ടി, നമ്മുടെ തേജസ്സിനു വേണ്ടി ഉള്ള ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുകയാണ്. എന്നാൽ വായിച്ച വേദഭാഗത്തിൽ 8-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആ ജ്ഞാനത്തെ അറിഞ്ഞില്ല. അവിടെയാണ് ആ പ്രശ്നം. ദൈവത്തിന്റെ ജ്ഞാനത്തെ അറിയാതെ പോയി എന്നുള്ളതാണ് അവിടെ പ്രശ്നം. അവർക്ക് ലോകത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നു, പ്രഭുക്കന്മാരുടെ ജ്ഞാനം ഉണ്ടായിരുന്നു, പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും ഒക്കെ തന്ത്രജ്ഞമായിരിക്കുന്ന കുടിലമായിരുന്ന രാഷ്ട്രീയ ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ കാലത്തിലെ യവന ഭാഷയുടെ, ഗ്രീക്കിന്റെ ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് കൊരിന്ത് ഗ്രീസിന്റെ പട്ടണത്തിലേക്ക്, യവന പട്ടണത്തിലേക്ക്, കൾച്ചറൽ ഹബിലേക്ക് വിശുദ്ധ പൗലോസ് ഒരു ചാട്ടുളി പോലെ വചനം എറിയുകയാണ്. വിസ്ഡം ഓഫ് ദിസ് contemporary world, wisdom of the princes of the world. അതിനപ്പുറമായി ഞാൻ നിങ്ങളോട് ഒരു വിസ്ഡത്തെ കുറിച്ച് പറയുകയാണ്. A wisdom to magnify you, a wisdom to glorify you. ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിച്ച്
എന്നെ മാനിക്കുവാൻ, എന്നെ തേജസ്കരിക്കുവാൻ, എന്നെ തന്നോട് അനുരൂപനാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എന്നെ മാനിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനത്തെ അവർ അറിയാതെ പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് പറയട്ടെ, ദൈവത്തിൻ്റെതായ ചില അറിവുകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. യേശു കർത്താവിന്റെ ശുശ്രൂഷ വേളയിൽ മത്തായി സുവിശേഷം 22:29 വരുമ്പോൾ, ആമേൻ, യേശു കർത്താവ് പറയുകയാണ്, ഇവർ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. ആമേൻ. They lack the understand, they lack the knowledge of the word and the power of God. ദൈവത്തിന്റെ വചനത്തെയും ശക്തിയെയും അറിയുക. ഞാൻ ആ റൂട്ടിലല്ല പോകുവാൻ ആഗ്രഹിക്കുന്നത്. മടങ്ങി നമ്മുടെ വാക്യത്തിലേക്ക് തന്നെ കടന്നു വരാം. അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ജ്ഞാനത്തെ നാം അറിയുക. ദൈവത്തിന്റെ ജ്ഞാനത്തെ ഇന്ന് 4 ഭാഗമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ തിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത ഭാഗത്തിലേക്ക് വരാം. ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന് ഒരു മനുഷ്യന്റെ മേളിൽ ജ്ഞാനമുണ്ട്. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഭോഷത്വം ചെയ്യുന്നില്ല. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി അബദ്ധവശാൽ ദൈവം ഒരു കാര്യം ചെയ്യുന്നില്ല. ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെയും ലോക സൃഷ്ടിക്ക് മുൻപേ ഡിക്ലെയർ ചെയ്ത ദൈവത്തിന്റെ വിശുദ്ധത്തിനൊത്തവണ്ണമാണ്. There is no foolish activity of God in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും ഒരു മണ്ടത്തരം ചെയ്യത്തില്ല. Each and every work, ഓരോ ആക്ടിവിറ്റിയും ദൈവത്തിന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം മാത്രം ാണ് സംഭവിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ജ്ഞാനം അപ്ലൈ ചെയ്യപ്പെടുന്ന 4 മേഖലകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഒന്ന്, നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവത്തിന്റെ ജ്ഞാനം അപ്ലൈ ചെയ്യപ്പെടും. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഇസ്രായേലിന്റെ പ്രയാണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 3 ഭാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണും, പക്ഷെ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിനെ കൊണ്ടുപോയില്ല. ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തി എന്ന് പറയുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇത് മാനുഷിക ദൃഷ്ടിയിൽ ഒരു ഫൂളിഷ് ആക്ടിവിറ്റിയാണ്. ഈസി ആയിട്ടുള്ള സുഗമമായിട്ടുള്ള ഒരു വഴിയെ മാറ്റിയിട്ട് ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടെ ജനത്തെ ചുറ്റിക്കുമ്പോൾ, why Lord this foolishness എന്ന് ചോദിക്കുമ്പോൾ സ്വർഗം പറയും, no, this is my wisdom for you. ഇത് നിനക്ക് വേണ്ടിയുള്ള എന്റെ ജ്ഞാനമാണ്. നീ ഒരു യുദ്ധത്തെ കണ്ട് പരാജയപ്പെട്ട്, നീ ഒരു യുദ്ധത്തെ കണ്ട് പിന്തിരിഞ്ഞു പോകാതെ ഞാൻ നിന്നെ ചെങ്കടലിനരികെ നടത്തുകയാണ്. എന്നാൽ ദൈവം അവിടെ അത്രയും മാത്രം, മോശെ അത്രയും മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറമായി ഞാനൊന്ന് പറയുകയാണ്, ദൈവം ചെങ്കടലിന്റെ അരികത്തുകൂടെ മരുഭൂമിക്കപ്പുറത്തേക്ക് ഇസ്രായേലിനെ നടത്തുമ്പോൾ ദൈവത്തിന് അതിലുപരിയായ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു. ഇവർ യുദ്ധം കണ്ട് ഭയപ്പെടരുതെന്ന് മാത്രമല്ല, ഇന്ന് കണ്ട മിസ്രൈമ്യരെ നീ ഇനി ഒരു നാളും കാണാതെ പോകണമെന്നുള്ള ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഒന്നാമത് പറയും, വിസ്ഡം ഫോർ യുവർ സേഫ്റ്റി. ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ പ്രാർത്ഥനയിൽ, ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം പകലിൽ ദൈവം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഭോഷത്വമായി ചെയ്തുവെന്ന് കരുതരുത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് റൂട്ട് തിരിയുമ്പോൾ, എവിടെയെങ്കിലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില വഴികളിൽ കൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ദൈവത്തിന്റെ ഫൂളിഷ്നെസ് ആണെന്ന് പറയരുത്. അമേ, അതിനെ നോക്കി ലോകം ദൈവത്തിന്റെ ഫൂളിഷ്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ആ ദൈവത്തിന്റെ ഫൂളിഷ്നെസ് ആണ് എന്റെ അനുഗ്രഹം. ആ ദൈവത്തിന്റെ ഭോഷത്വമാണ് എന്റെ മഹത്വം. അതാണ് എന്റെ സുരക്ഷിതത്വം. ലോകം ഇസ്രായേൽ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ ലോകം അത് ദൈവത്തിന്റെ ഭോഷത്വം എന്ന് പറഞ്ഞെങ്കിൽ പിൽക്കാലത്തെ ചരിത്രം അത് തിരുത്തി എഴുതി. അത് ദൈവത്തിന്റെ ഭോഷത്വമല്ല, തന്റെ ജനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവത്തിന്റെ ജ്ഞാനമാണ്. നീ ആഗ്രഹിക്കുന്ന വഴിയിൽ നിന്ന് നിന്നെ വലിച്ചു മാറ്റി, നീ പ്രതീക്ഷിച്ച വഴികളിൽ നിന്ന് നിന്നെ വലിച്ചു മാറ്റി വേറെ ഒരു വഴിയിൽ കൂടെ എന്റെ ദൈവത്തിന്റെ പൊന്നു പൈതലെ ദൈവം നിന്നെ വഴി നടത്തുന്നുവെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ ഒരു ജ്ഞാനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാട്ടെ. ആകയാൽ ഒന്നാമത്തെ ദൈവത്തിന്റെ വിസ്ഡത്തെ ഞാൻ ഇങ്ങനെ പറയുകയാണ്, വിസ്ഡം ഫോർ അവർ സേഫ്റ്റി. എന്റെ സംരക്ഷണത്തിനായി, എന്റെ നിലനിൽപ്പിനായി, എന്റെ ശത്രുവിനെ ഛേദിച്ചു കളവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജ്ഞാനം. രണ്ടാമത്തെ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ, വിസ്ഡം ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ. വിസ്ഡം ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ. ഒന്ന്, വിസ്ഡം ഫോർ അവർ സേഫ്റ്റി. രണ്ട്, വിസ്ഡം for our sanctification. സംഖ്യാപുസ്തകം 14-ാം അധ്യായം, Numbers chapter 14 verses 34, അവിടേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ആമേൻ. നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യ ഭംഗം വഹിക്കും. അടുത്ത ഭാഗം, ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം
ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കുമെന്ന് യഹോവയായ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ കനാൻ ദേശം ഒറ്റുനോക്കി 40 ദിവസം കൊണ്ട് കനാനെ കണ്ടു മടങ്ങി വന്ന് ദുർവർത്തമാനം പറയുമ്പോൾ ദൈവം അവരുടെ മുൻപാകെ പറയുകയാണ്, നിങ്ങൾ ഈ മരുഭൂമിയിൽ 40 സംവത്സരം ഇനിയും യാത്ര ചെയ്യേണ്ടി വരും. 40 സംവത്സരം. ഈ 40 സംവത്സരം ഇവർ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 600 ചില്ലുവാനും കിലോമീറ്ററുകൾ മാത്രമാണ് ഈ 40 വർഷം കൊണ്ട് ഇസ്രായേൽ യാത്ര ചെയ്തത്. ദൈവമേ, എന്തോ ഒരു മണ്ടത്തരമാ! 600 കിലോമീറ്റർ, 600 ചില്ലുവാനും കിലോമീറ്റർ 40 വർഷം കൊണ്ട് നടത്തിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ഒരു ആവറേജ് എടുത്തു നോക്കിയാൽ ഒരു വർഷം ഈ ഇസ്രായേൽ യാത്ര ചെയ്തത് വെറും 15 കിലോമീറ്ററുകൾ മാത്രമാണ്. 12 മാസം കൊണ്ട് 40 വർഷം കൊണ്ട് ഇവർ 620 കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുമ്പോൾ ഒരു വർഷം ഇസ്രായേൽ പ്രൊസീഡ് ചെയ്തത് ഓൺലി 15 കിലോമീറ്റേഴ്സ്, 15 കിലോമീറ്ററുകൾ മാത്രം. ഇവിടെ ദൈവം ഇവനെ പതിയെ നടത്തുകയാ. ഓരോ ക്യാമ്പിലും പോയി അവിടെ സ്റ്റേ ചെയ്യുകയാണ്. മേഘം പൊങ്ങുന്നില്ല, അഗ്നിസർപ്പവും തേളുകളും ഉള്ളതായ വിതയും കൊയ്ത്തുമില്ല ഈ മരുഭൂമിയിൽ 40 വർഷം ദൈവം ഇവനെ ഇട്ട് കറക്കുകയാ. 2 വിധത്തിൽ ഇത് ഫൂളിഷ്നെസ് ആണ്. അതിൽ ഒന്നാമത്തെ ഫൂളിഷ്നെസ്, ഈ 40 സംവത്സരം ഇവരോടുള്ള കോപം കൊണ്ടാണ് ദൈവം ഇവരെ വഴി നടത്തുന്നതെന്ന് നമ്മൾക്കറിയാം. നമ്മളത് പ്രസംഗിച്ചും അറിഞ്ഞു വരുന്നു. പക്ഷെ ദൈവം കോപം കൊണ്ട് 40 സംവത്സരം ഇവരെ നടത്തുമ്പോൾ ഈ 40 സംവത്സരം ഇവർ വിതയ്ക്കാതെ, കൊയ്യാതെ, വെള്ളമൊഴിക്കാതെ, കളപ്പുര പണിയാതെ സുഖമായിട്ട് രാവിലെയും വൈകിട്ടും വീണ് കിടക്കുന്ന മന്നയും കാടയും പറക്കി തിന്നുകയാ. ദൈവത്തിന്റെ അടുക്ക ചോദിക്കാം, കർത്താവെ, ഇത് എന്തൊരു മണ്ടത്തരം പിടിച്ച ശിക്ഷാവിധിയാ. കർത്താവെ, ഒരാഴ്ച നേരത്തെ അവനെ കനാലിൽ കൊണ്ടുവിട്ടാൽ അവൻ നേരത്തെ കിളക്കത്തില്ലേ? അവൻ നേരത്തെ പയറുപാകത്തില്ലേ? അവൻ നേരത്തെ വിത്ത് വിതയ്ക്കത്തില്ലേ? അവൻ നേരത്തെ വയലുഴലത്തില്ലേ? ഉഴത്തില്ലേ? ഇതൊന്നും ചെയ്യിക്കാതെ അവനെ വെറുതെ ഇരുത്തി മന്നാതീറ്റിക്കുന്നതാണോ ദൈവമേ ജ്ഞാനം? അത് മണ്ടത്തരമല്ലേ? ദൈവം പറയും, ഇല്ലില്ല, ഈ 40 സംവത്സരം ഞാൻ മന്ന കൊടുത്താലും, ഞാൻ കാട കൊടുത്താലും, ഇവൻ ജോലി ചെയ്യാതിരുന്നാലും, ഇവൻ വെറുതെ തിന്നാലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. ഈ 40 സംവത്സരം കൊണ്ട് ഇവരുടെ ഇടയിലെ മല്ലന്മാർ, ഇവരുടെ ഇടയിലെ പിറുപിറുപ്പുകാർ, ഇവരുടെ ഇടയിലെ മത്സരികൾ അവർ ചത്തൊടുങ്ങും. ഒരു വിശുദ്ധ ഗണം, ഒരു കൃപയുള്ള ഗണം, ഒരു അനുസരണത്തിന്റെ ഗണം, ഒരു വിശുദ്ധീകരിക്കപ്പെട്ട സമൂഹത്തെ എനിക്കിതിൽ നിന്ന് പണിതെടുക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവം എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നത് പല പാതകളും ദൈവം മണ്ടനായത് കൊണ്ടല്ല. He loves our sanctity. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മളുടെ ശുദ്ധീകരണം തന്നെ. Wisdom for our sanctification. കണ്ടോ? Wisdom for our safety. 2, wisdom for our sanctification. ഒരു വർഷം 15 കിലോമീറ്റർ ഒരു മനുഷ്യൻ ഒരു ദിവസം തന്നെ വേണമെങ്കിൽ ക്ഷീണം കൂടാതെ 15 കിലോമീറ്റർ യാത്ര ചെയ്യാം എന്ന് പറഞ്ഞാൽ 40 ദിവസം കൊണ്ട് യാത്ര ചെയ്യേണ്ട ദൂരം 40 സംവത്സരം കൊണ്ട് യാത്ര ചെയ്യിച്ച് 620ഓളം കിലോമീറ്റർ, 620 ചില്ലുവാനും കിലോമീറ്റർ, 620+ കിലോമീറ്റേഴ്സ് അവനെ 40 സംവത്സരം ഈ അഗ്നിസർപ്പവും തേളുകളും നിറഞ്ഞ ഈ പ്രതികൂലത്തിന് നടുവിൽ ഇവൻ ഇത്രയും സേഫ്റ്റി മെഷേഴ്സ് നൽകി, ഇവൻ ഇത്രയും പ്രൊവിഡൻസുകൾ നൽകി, ഇവനെ ഇത്രയും നാൾ പോറ്റി പുലർത്തുമ്പോൾ ദൈവത്തിന്റെ ഇവനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ജ്ഞാനമായിരുന്നു. അതിനകത്ത് ഞാൻ 2 കാര്യം പറയട്ടെ. ഒന്ന്, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നീ മരുഭൂമികളിൽ കറങ്ങുന്നെങ്കിൽ കുഞ്ഞേ, ദൈവത്തിന്റെ കോപമല്ല, എന്റെ ഇന്നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ജ്ഞാനമാണ്. എന്റെ ഇന്നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ജ്ഞാനമാണ്. 40 സംവത്സരം പാഴായിപ്പോയില്ലയോ എന്ന്, നമ്മൾ 40 സംവത്സരം പാഴായിപ്പോയില്ലയോ എന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും, എടാ 40 സംവത്സരം അവന് ഒരു പണിയും ചെയ്യാതെ അവനെ ഇത്രയും നാള് ഫുഡ് കൊടുത്ത് എന്റെ നഷ്ടം നീ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അവനെ ഇത്രയും നാള് പോറ്റി പുലർത്തിയത്. ഇന്ന് പ്രാർത്ഥനയിൽ എന്റെ ദൈവമക്കളോട് പറയട്ടെ, ജീവിതത്തിൽ എവിടെയെങ്കിലും എനിക്ക് നഷ്ടം പറ്റിയെന്ന് നീ പറയുമ്പോൾ നിനക്കുണ്ടായതിന്റെ 1000 ഇരട്ടി നഷ്ടത്തിന്റെ കണക്ക് ദൈവത്തിന്
എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും പറയാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനത്തിനകത്ത് ദൈവം അതിനെ മൂടിക്കളയുന്നു. ആകയാൽ വിസ്ഡം ഫോർ സേഫ്റ്റി, 2 വിസ്ഡം ഫോർ സാങ്ക്ടിഫിക്കേഷൻ, മൂന്നാമതായി ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ സ്തോത്രം, ഈ 40 സംവത്സരങ്ങൾ യാത്ര ചെയ്ത് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 40 സംവത്സരങ്ങൾക്കപ്പുറം അവർ കനാൻ ദേശത്തിലേക്ക് കടന്നു ചെന്നു. കനാൻ ദേശത്തിലേക്ക് കടന്നു ചെന്ന് സ്തോത്രം, യോർദാനപ്പുറം പരിച്ഛേദനയും കഴിഞ്ഞ് എരിഹോവും കഴിഞ്ഞ് വാഗ്ദത്ത കനാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 7 ജാതികളും 31 രാജാക്കന്മാരും അവിടെ ഇങ്ങനെ കനാൻ ദേശത്ത് കിടക്കുകയാണ്. എന്താ കർത്താവേ, ഈ 40 സംവത്സരം കൊണ്ട് അവരെ മാറ്റിക്കളയാൻ, എന്താ കർത്താവേ, ഈ 40 സംവത്സരം കൊണ്ട് അവരെ നീക്കിക്കളയാതിരുന്നത്? അതിന്റെ ആ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെയും യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോന്യരും ബാൽഹെർമോൻ പർവ്വതം പർവ്വതത്തിൽ ഹമാത്ത് മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബാനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. ഹിവ്യർ, ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, യബൂസ്യർ തുടങ്ങിയ 7 ജാതികളും 31 രാജാക്കന്മാരും കനാന്റെ മനകളിലും കനാന്റെ താഴ്വാരങ്ങളിലും അവർ കുടികൊണ്ട് പാർത്തു. അനാക്കിന്റെ മല്ലന്മാരും ശക്തരായ രാജാക്കന്മാരും അവരെ ബലിഷ്ഠമായ ഭരണം ചെയ്യുമ്പോൾ എന്താ കർത്താവേ ഇവരെ നീക്കിക്കളയാഞ്ഞത്? അതൊരു ഭോഷത്വമല്ലേ എന്ന് ചോദിച്ചാൽ ദൈവം പറയും, ഇല്ല, ഇവൻ യുദ്ധം ചെയ്യുവാൻ പ്രാപ്തനാകേണ്ടതിന് ആമേൻ വിസ്ഡം ടു എംപവർ യു. ആമേൻ. 1 വിസ്ഡം ഫോർ അവർ സേഫ്റ്റി, 2 വിസ്ഡം ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ, 3 വിസ്ഡം ടു എംപവർ us. യുദ്ധം അറിയാത്ത ജനതയെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന്. മാത്രമല്ല, ഈ 7 ജാതികളും 31 രാജാക്കന്മാരും ആ ദേശത്തില്ലാതെ ഇസ്രായേൽ സുഖമായി അതിനകത്തേക്ക് കയറി ചെന്നെങ്കിൽ കാട്ടിൽ നിന്നും മൃഗങ്ങൾ ഇറങ്ങി വന്ന് ഇവരെ പറിച്ചു കീറി തിന്നേനെ. ആകയാൽ ദൈവത്തിന്റെ ജ്ഞാനം ഇന്ന് പകൽക്കാലം തിരുവെഴുത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞാട്ട്, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഫൂളിഷ് ആക്ടിവിറ്റി ചെയ്യുന്നില്ല. അതോ ലോക സ്ഥാപനത്തിന് മുമ്പേ, ലോക സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ദൈവത്തിന്റെ ജ്ഞാനം അത്രേ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ 2:8 പറയുകയാണ്, അവരോ ആ ദൈവത്തിന്റെ ജ്ഞാനത്തെ അറിഞ്ഞില്ല. They couldn't understand the wisdom of God. ഇന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമ്മളെ വഴി നടത്തുന്ന പാതകളുടെ പിമ്പിലുള്ള ദൈവത്തിന്റെ ജ്ഞാനത്തെ അറിയാൻ കഴിയാത്തത് കൊണ്ട്, because of the ignorance of his wisdom, അവന്റെ ജ്ഞാനത്തെ നമുക്ക് അറിയാത്തത് കൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുക. കഷ്ടതയുടെ നടുവിൽ നമ്മൾ തേജസ്സിന്റെ കർത്താവിനെ കുറ്റം പറയുക. അപ്പാ, നിനക്കെന്നോട് പ്രേമമില്ലേ? അപ്പാ, നിനക്കെന്നോട് കരുതലില്ലേ? അപ്പാ, നീ എന്നെ ഓർക്കുന്നില്ലേ? അപ്പാ, നീ എന്നെ എന്താ തിരിഞ്ഞു നോക്കാത്തത്? വൈ എന്തുകൊണ്ടാണ് തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുന്നത്? തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ജ്ഞാനത്തെ നമ്മൾ അറിയാതെ പോകുന്നു. 3 ജ്ഞാനങ്ങളെ ഞാൻ പറഞ്ഞു. 1 വിസ്ഡം ഫോർ അവർ സേഫ്റ്റി, 2 വിസ്ഡം ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ, 3 വിസ്ഡം ടു എംപവർ us and make us more trustees of God. ദൈവത്തിലുള്ള ഒത്തിരി ട്രസ്റ്റ് നമ്മൾക്ക് വർദ്ധിച്ച് നമ്മൾ കൂടുതൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ, കൂടുതൽ ദൈവത്തോട് പറ്റി ചേർന്നിരിക്കാൻ, അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പാതകൾ നടത്തുന്നത്. 4-മതായി പറയുകയാണ്, ലോക സൃഷ്ടിക്ക് മുൻപേ മറഞ്ഞിരുന്നതായ the hidden and secret wisdom which decreed for the glory of us. നമ്മളെ മഹത്വീകരിക്കാൻ, നമ്മളെ തേജസ്കരിക്കാൻ, നമ്മളെ മാനിക്കുവാൻ ഉള്ള ദൈവത്തിന്റെ ജ്ഞാനമത്രേ. ഹല്ലേലൂയ. നമ്മളെ മഹത്വീകരിക്കുവാനുള്ള ദൈവത്തിന്റെ ജ്ഞാനമത്രേ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. 1, നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനത്തെ പലപ്പോഴും അറിയാതെ പോകും. ദൈവത്തിന്റെ ജ്ഞാനത്തെ നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നാലും എന്റെ കർത്താവേ, എനിക്കൊരു വിചാരവും ഇല്ലയോ? 7 ജാതികളും 31 രാജാക്കന്മാരും എന്താ കർത്താവേ മാറ്റാതെ? 40 വർഷമായിട്ട് ഞാൻ കറങ്ങുമല്ലേ കർത്താവേ? അപ്പുറത്തൊരു നല്ല വഴി ഉണ്ടായിട്ട് എന്നെ ഈ ചെങ്കടലിന്റെ തീരത്ത് കൊണ്ടിടാൻ ഞാനോ എന്റെ പിതാക്കന്മാരോ ആര് ചെയ്ത ദോഷമോ കർത്താവേ? ഇഗ്നറൻസ് ഓഫ് ഹിസ് വിസ്ഡം, അവന്റെ ജ്ഞാനത്തെ കുറിച്ച് അറിയാഞ്ഞിട്ടാ.
നമ്മുടെ മഹത്വത്തിന് വേണ്ടി അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ എഴുതിയതും മറഞ്ഞിരുന്നതുമായ ജ്ഞാനം മലയാളത്തിൽ മുന്നേലിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ESV പറയുന്നത് the wisdom of God which decreed എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത്, പ്രഖ്യാപിക്കപ്പെട്ടത്, വിധി കൽപ്പിക്കപ്പെട്ടതായ ജ്ഞാനം. പക്ഷെ ആ വിധിയുടെ പകർപ്പ് ദൈവം മനുഷ്യർക്കാർക്കും നൽകിയില്ല. കാൽവറിയുടെ ഗിരിമുകളിൽ ദൈവത്തിന്റെ ഏകജാതനെ കണ്ടാൽ ആളറിയാതെ വണ്ണം മൃഗത്ത് അറവുശാലയിലെ ഒരു തൊലി ഉരിക്കപ്പെട്ട മൃഗത്തെ പോലെ വലിച്ചു കീറി കിരാതമായ റോമൻ പടയാളികളുടെയും യഹൂദ മത മേധാധികാരികളുടെയും മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ ലോകം കരുതി ദൈവം ഭോഷത്വം ചെയ്യുകയാണെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു, ലോക സ്ഥാപനത്തിനു മുൻപേ ഞാൻ എഴുതി വെച്ചതായ എന്റെ ജ്ഞാനമാണ് കാൽവറി. ബേത്ലഹേമിലെ തെരുവോരങ്ങളിൽ കൂടി നടന്നു ചെന്ന ആ യുവദമ്പതികൾക്ക് ഗർഭാവസ്ഥയിൽ കയറി കിടക്കാൻ ഒരിടം ഇല്ലാതെ പ്രസവത്തിന് വഴിത്തലയ്ക്കൽ മാത്രം ശീല പൊതിഞ്ഞെടുക്കുമ്പോൾ എന്താ കർത്താവേ നീ കരുതാഞ്ഞത്? സ്വർഗം പറയും അതെന്റെ ജ്ഞാനമായിരുന്നു. വഴിയമ്പലത്തിൽ പോലും എന്താ തിണ്ണയിലൊരിടം കൊടുക്കാഞ്ഞത്? അതെന്റെ ജ്ഞാനമായിരുന്നു. എന്താ കർത്താവേ മിസ്രൈമിൽ നിന്ന് നസറേത്തിലേക്കും നസറേത്തിൽ നിന്ന് കഫർനഹൂമിലേക്കും ആ യൗവനക്കാരൻ അലഞ്ഞു തിരിയുമ്പോൾ അങ്ങ് എവിടെയായിരുന്നു? സ്വർഗം പറയും അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള എന്റെ ജ്ഞാനമായിരുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല, ദൈവത്തിന് മണ്ടത്തരം പറ്റത്തില്ല. Everything is moving according to the most high wisdom of God. അത് ഈ ലോകത്തിന്റെ not the wisdom of this contemporary world, not the wisdom of the princes of the world, but the wisdom of eternal God. നിത്യനായ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ജ്ഞാനം. ആ ദൈവത്തിന്റെ ജ്ഞാനമേ, അതിന്റെ ആഴമേ, അത് ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? സ്തോത്രം. We should understand the wisdom of God. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ we should understand the will of God. We should understand the will of God. ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. രണ്ട്, ദൈവത്തിന്റെ ഹിതത്തെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നത് എന്ന് തിരിച്ചറിഞ്ഞ്, ഇന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ഹിതം ഇന്നത് എന്ന് നിങ്ങൾ അറിയണം എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് നിങ്ങൾ അറിയുക, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. ആ ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് ഒന്നാമത് അവിടെ പറയുന്ന 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തിന്റെ ഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളത്. ദൈവത്തിന്റെ ഹിതത്തെ നോക്കിയെന്ന് പറഞ്ഞാട്ട് 1, ദൈവഹിതം നന്മയാണ്. ദൈവഹിതം 2, പ്രസാദമാണ്. ദൈവഹിതം 3, the perfection, ദൈവത്തിന്റെ പരിപൂർണമായ ഹിതം. ദൈവത്തിന്റെ ഹിതം പരിപൂർണമാണ്. ആ ഹിതം ഇതാണെന്ന് തിരിച്ചറിയണം, ഇതാണെന്ന് തിരിച്ചറിയണം. അതെപ്പോൾ? മനസ്സ് പുതുക്കുമ്പോൾ. എന്റെ സഹോദരങ്ങളെ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒത്തിരി ഭയങ്കര മനോഹരമായിരിക്കുന്ന ഒരു വാക്യം. ആമേൻ. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. എന്റെ സഹോദരങ്ങളെ, ഡിവൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ 3 അളവിലാണ് സംഭവിക്കുന്നത്. 1, നമ്മുടെ സ്പിരിറ്റ്. 2, നമ്മളുടെ മൈൻഡ്. 3, നമ്മളുടെ ബോഡി. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അപ്പോൾ നമ്മുടെ സ്പിരിറ്റിനെക്കാട്ടും ഉപരിയായി the spirit of God which dwelleth in Christ is dwelling in you. അപ്പോൾ നമ്മുടെ സ്പിരിറ്റിനകത്ത് എന്തുണ്ടായി? ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ഇപ്പോൾ ഇവിടെ 1 Corinthians chapter 2 last verse അവിടെ പറയുകയാകുന്നു, we have the mind of Jesus, we have the mind of Christ. അപ്പൊ നമ്മുടെ മൈൻഡ് എന്തായി തീർന്നു? ക്രിസ്തുവിന്റെ മൈൻഡ് ആയി തീർന്നു. ഇനിയും 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. ട്രാൻസ്ഫോംഡ് ഇൻ ബോഡി.
അപ്പം സ്പിരിറ്റ് ട്രാൻസ്ഫോർമേഷൻ, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഫിസിക്കൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഈ 3 ട്രാൻസ്ഫോർമേഷനും ഒരു മനുഷ്യനിൽ സംഭവിക്കണം. ഈ മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? when we know the will of God, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുമ്പോൾ. യോബിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനോഹരമായിരിക്കുന്ന ഒരു വചനമാണ്. യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യം, 12 അതിന് മുകളിലേക്കുള്ള വാക്കുകളൊക്കെ ഭയങ്കര മനോഹരമാണ്. നീ എന്നെ പാല് പോലെ പകർന്നു, തൈര് പോലെ ഉറമുടുമാറാക്കി, ത്വക്കും മാംസവും നീ എന്നെ ധരിപ്പിച്ചു, അസ്ഥിയും ഞരമ്പും കൊണ്ട് എന്നെ മെടഞ്ഞു, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു. നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു. സംതിങ് വാസ് ഹിഡൻ ഇൻ ഹിസ് ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ചില ഹിഡൻ സംഗതികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ, 13-ാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ പറയുകയായിരുന്നു, ഇതായിരുന്നു നിന്റെ താല്പര്യം എന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. കാരണം 13-ാം വാക്യത്തിന്റെ ഫസ്റ്റിൽ പറയുകയാണ്, that was hidden in your heart, but now I can know your intentions. എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തെ അദ്ദേഹം പോയി അടുത്തറിഞ്ഞു. once upon a time that was hidden in his heart. ലോകസ്ഥാപനത്തിന് മുമ്പേ മറഞ്ഞിരുന്നത് ഇപ്പൊ ദൈവം പകർന്നു കൊടുക്കുക. ആരുടെടുത്തും സ്വർഗം പറഞ്ഞില്ല, ആരുടെടുത്തും പറഞ്ഞില്ല. അതാ പൗലോസ് ചോദിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സ്, കർത്താവിന്റെ മനസ്സാർക്കറിയാൻ കഴിയും? കർത്താവിന്റെ മനസ്സാർക്കാൻ അറിയാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരുടെ അടുക്കൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സ് ഏറ്റവും അറിഞ്ഞതാരാണ്? നിങ്ങളുടെ ഭാര്യയായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ആരെയാ? നിങ്ങളുടെ കുഞ്ഞിന്റെ മനസ്സിനെയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവളുടെ കാല് സ്ലോ ആയാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ നടക്കുന്നത് ചോക്ലേറ്റ് റാക്കിൽ കൂടെയോ നിങ്ങൾ നടക്കുന്നത് ടോയ് റാക്കിന്റെ ഇടയിൽ കൂടെയോ ആണെന്ന് നിങ്ങൾക്കറിയാം. അവൻ സ്ലോ ആയാൽ അറിയാം. അവൻ 2 വട്ടം തിരിഞ്ഞു നോക്കിയാൽ അറിയാം അവൻ ഏതിനകത്തോട്ടാ നോക്കുന്നത്. അവന്റെ കണ്ണ് ബെൻഡനിനകത്താണോ മിക്കി മൗസിനകത്താണോ എവിടെ പോകുന്നത് നിങ്ങൾക്കറിയാം. എന്താടാ നീ തിരിഞ്ഞു നോക്കുന്നതെന്ന് അവനോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അവൻ എന്തിനാ തിരിഞ്ഞു നോക്കിയെന്ന്. അവൻ പറയണ്ട. Who can know some other's mind? മറ്റൊരാളുടെ മനസ്സ് ആർക്കറിയാൻ കഴിയും? How much you love some another one, that much you will be intimate with his mind. സ്തോത്രം. സൗന്ദര്യം 2 ശരീരങ്ങളെ അടുപ്പിക്കും, പക്ഷെ സ്നേഹം 2 മനസ്സുകളെ അടുപ്പിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തോടുള്ള പ്രണയം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ആർദ്രത എത്ര വർദ്ധിക്കുമോ അത്രത്തോളം നമുക്ക് ദൈവത്തിന്റെ ഹിതം അറിയുവാൻ കഴിയും. ഹോളി സ്പിരിറ്റ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു ഹോട്ടലിൽ ചെന്നാൽ, ഒരു റെസ്റ്റോറന്റിൽ ചെന്നാൽ, നിങ്ങളുടെ കുഞ്ഞുനാളിൽ നിങ്ങൾ പറയും എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം എന്ന് പറയും. പക്ഷെ നിങ്ങൾ മെച്യൂർ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ചോദിക്കും നിനക്ക് എന്താ വേണ്ടതെന്ന്. You are prioritizing your children. അവർക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിരുന്ന് കാണും, നിങ്ങൾ അനുഭവിക്കും. പല വീട്ടിലും ചെല്ലുമ്പോ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഇരുന്ന് പെപ്പ പിഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പച്ച വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പെപ്പ പിഗ് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെന്താ ഇരുന്ന് കാണുന്നേ? പിള്ളേർക്ക് അത് കാണുന്നേ ഇഷ്ടം. അതുകൊണ്ട് ഞാനും കൂടെ ഇവിടെ ഇരുന്ന് അതങ്ങ് കാണുക. അപ്പച്ചനും ഇപ്പൊ പെപ്പ പിഗിലെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാരെയും അറിയാം. എന്താ അവര് കഷ്ടപ്പെട്ടാണോ പെപ്പ പിഗ് അവിടെ ഇരിക്കുന്നത്? നോ, they are enjoying it. Why? Because of the love to their offspring. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിനകത്ത്. ഇതാണ് ദൈവത്തോടുള്ള സ്നേഹം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ദൈവ ഇഷ്ടം നമുക്ക് ഒരിക്കലും ഒരു പ്രയാസമായിരിക്കത്തില്ല. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള സ്നേഹവും വന്നു കഴിഞ്ഞാൽ ദൈവ ഇഷ്ടം ഒരിക്കലും നമുക്ക് പ്രയാസമായിരിക്കത്തില്ല. ഒന്ന്, ദൈവത്തിലുള്ള വിശ്വാസം. എന്റെ കർത്താവ് എനിക്ക് ഒരു ദോഷവും ചെയ്യത്തില്ലെന്നൊരു ഒരു അഡമൻ ട്രസ്റ്റ് നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ
നമ്മൾ ധൈര്യത്തോടെ ദൈവത്തോട് പറയും, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അത് സങ്കടത്തിലല്ല പറയുന്നത്, ഭയങ്കര ട്രസ്റ്റാണ്, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. 2, നമ്മൾ കർത്താവിനെ അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ, മരിക്കാൻ വേണ്ടി ആ കർത്താവിനെ പിൻപറ്റുന്നെങ്കിൽ നമ്മൾ പറയും, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കർത്താവിന്റെ കാൽവറിയുടെ ദർശനത്തിലേക്ക് വരുമ്പോൾ, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മാടി വിളിക്കുമ്പോൾ, പ്രേമനാഥന്റെ പ്രണയത്തെ ഓർക്കുമ്പോൾ നമ്മൾ പറയും, മണ്ണെ പ്രതി എനിക്ക് മാനിക്യം വേണ്ട, I love my Jesus. So trust and love, otherwise faith and love, it tempts us to do the will of God. We should understand the wisdom of God. Second, we should understand the will of God. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വേഗത്തിൽ പോകട്ടെ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗത്തെ ഞാൻ കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അതിന്റെ 16-ാം വാക്യം. 28:16 അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. He was unable to discern, know, feel the presence of God. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മളെക്കാട്ടിൽ ഒത്തിരി ഹയർ ലെവലിലാണ് ജേക്കബ്. എന്താ കാരണമെന്നറിയാമോ? Even he was late, he sensed the presence of God. ഇച്ചിരി ലേറ്റ് ആയെങ്കിലും ഉറക്കം ഉണർന്നപ്പോ പുള്ളിക്കാരൻ ദൈവം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. ഇന്ന് നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ വീട് നിറയ്ക്കണേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ വീട് നിറയ്ക്കണേ. എന്നാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, പ്രത്യേകിച്ച് എന്റെയൊക്കെ പ്രായമുള്ളവരുടെ അടുക്കൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുറിയിൽ ദൈവ സാന്നിധ്യം അറിഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി? ഇന്ന് ഇതിനകത്തിരിക്കുന്ന പിതാക്കന്മാരുടെ ഒക്കെ അടുക്കൽ ചോദിച്ചാൽ അവർ ധൈര്യത്തോടു കൂടി പറയും, ഇന്നലെ രാത്രി എന്റെ മുറിയിൽ ദൂതന്മാരിങ്ങനെ ഇറങ്ങി കയറുന്നത് ഞാൻ കണ്ടു. ചിലപ്പോ എല്ലാ ദിവസവും പറഞ്ഞില്ലെങ്കിലും ഓർത്തു വെക്കത്തക്ക ചില ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുറിക്കകത്ത് കർത്താവ് വന്നിട്ടുണ്ട്. ഇന്നലകളിൽ ഏതോ ഒരു രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ മുറിക്കകത്ത് വന്നിട്ടുണ്ട്, ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. Have you ever sensed it? യാക്കോബ് ലേറ്റ് ആയിട്ട് പറയുകയാണ്, ഇന്നലെ രാത്രി മുഴുവൻ യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനത് അറിഞ്ഞില്ല. പക്ഷേ ദാവീദ് പറയുന്നത് തിരിച്ചാണ്. ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെടത്തില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇന്ന് താൻ പറയാണ്, നീ എന്നോട് കൂടെ ഇരിക്കുമായിരിക്കുമെന്നല്ല പറഞ്ഞത്, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. He was sensing the presence of God, Holy Spirit. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ചോദിക്കട്ടെ, can you sense the presence of God? Can you sense the presence of God? ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നമ്മൾ പ്രസൻസ് ചെയ്യണം, ദൈവ സാന്നിധ്യം നമ്മൾ സെൻസ് ചെയ്യണം, നമ്മൾ ഫീൽ ചെയ്യണം. പലപ്പോഴും ആരാധനയ്ക്കകത്ത് ഭയങ്കര ഉണർവ് വരുമ്പോൾ നമ്മൾ പറയും, ഓ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഇന്നത്തെ ആരാധനയിൽ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ദാവീദ് പറയുകയാണ്, I am sensing it each and every moment. ദൈവ സാന്നിധ്യത്തെ ഞാൻ അറിയുന്നു. Holy Spirit, we should sense the presence of God. ദൈവ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയണം. ടാൻജിബിളി തൊട്ടറിയുന്ന അളവിൽ ദൈവ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അതാ ദാവീദ് പറയുന്നത്, കൂരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെടുകയില്ല. ആമേൻ. എന്റെ കൂടെ ഒരുത്തനുണ്ട്, എന്റെ കൂടെ ഒരുത്തനുണ്ട്, ഒരു നല്ല ഇടയൻ, കോലും മടിയും പിടിച്ച് എന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞാൻ അറിയുന്നു. അരാം സൈന്യം വന്ന് എതിർ വിളിക്കുമ്പോൾ പർവ്വതത്തിൽ നിൽക്കുന്ന എലീശയും പ്രവാചക ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം, എലീശയ്ക്ക് ആമേൻ
തന്റെ കൂടെയുള്ള ദൈവത്തിന്റെ ഹോസ്റ്റിനെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രവാചക ശിഷ്യന് അത് കഴിയുന്നില്ല. പക്ഷേ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രവാചക ശിഷ്യന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ, he started to sense the presence of God. Oh, la sharadia jana brauda jaradia. Oh, in pagala കേൾക്കുന്ന ദൈവമക്കളെ, we should have a deep sense about the presence of God. പലപ്പോഴും ദൈവമക്കൾക്ക് പ്രതികൂലങ്ങളെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ശത്രുവിനെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, പോരാട്ടത്തെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, കഷ്ടകാലങ്ങളെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. But I ask you, can you sense the presence of God with you? എത്ര പേർക്ക് പറയാൻ കഴിയും, പ്രശ്നത്തിന്റെ വലുപ്പം എനിക്കറിയത്തില്ല, കടലിന്റെ ആഴം എനിക്കറിയത്തില്ല, കാറ്റിന്റെ പവർ എനിക്കറിയത്തില്ല, മഴയുടെ നേരം എനിക്കറിയത്തില്ല, but I can sense the presence of God, understand the presence of God. Oh, lamara sandaradia. എന്റെ സഹോദരങ്ങളെ, ഈ ഡിവൈൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ, ഡിവൈൻ പ്രസൻസിന് പല തലങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. രണ്ട്, ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യമുണ്ട്. അതിനെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടെ ഡിസേൺ ചെയ്യണം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, രാജാവ് ദാനിയേലിനോട് ചോദിക്കുക, ദൈവം നിന്നെ വിടുവിച്ചോ എന്ന്. ഞാനായിരുന്നു കുഴിയിൽ കിടന്നതെങ്കിൽ പറഞ്ഞേനെ, കർത്താവ് ഇന്നലെ രാത്രി അത്ഭുതം ചെയ്തു, എന്റെ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തെന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ ദാനിയേല് ദൈവം അത്ഭുതം ചെയ്തെന്നൊന്നുമല്ല പറഞ്ഞത്. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞു. ഹോളി സ്പിരിറ്റ്. ഞാൻ അതിനകത്തുനിന്നൊരു കാര്യം പറയാം. സ്വർഗത്തിൽ ചെല്ലുമ്പം ദാനിയേലിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കണം, ദാനിയേലേ, എത്ര സിംഹം ഉണ്ടായിരുന്നു ആ ഗുഹയില്? ആ സിംഹത്തിന് പല്ലുണ്ടായിരുന്നോ? ആ സിംഹം എങ്ങനെ ഇരിക്കുമായിരുന്നു? ഞാൻ ചിന്തിക്കുന്നു ദാനിയേലിന് ഉത്തരം പറയാൻ കഴിയത്തില്ല. ദാനിയേല് പറഞ്ഞ സിംഹഗുഹയാണെന്നാ അവിടെ എല്ലാരും പറയുന്നേ. പക്ഷെ എനിക്ക് വേണ്ടത്ര വണ്ണം ഒന്നും ആ സിംഹങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ താങ്കൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു. നോ, എന്നെ ആ കുഴിയിലേക്ക് വലിച്ചിടുമ്പോ ഒരു ദൂതൻ അവിടെ നിൽക്കുകയായിരുന്നു. ആ ദൂതൻ എന്നെ ചേർത്ത് പിടിച്ചു. എന്റെ അടുക്ക പറഞ്ഞ് സിംഹങ്ങളെല്ലാം ഞാൻ ഓഫ് ചെയ്തേക്കുവാണെന്ന്. ആ സിംഹങ്ങളുടെ ഗുഹയിൽ I saw the angel of God. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത്, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞു. He sensed the angelic realm in the den of lions. സിംഹങ്ങളുടെ ഗുഹയിൽ താൻ ദൈവത്തിന്റെ ദൂതനെ അറിഞ്ഞു. കണ്ടോ, ഓരോ ഭാഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിയുക, ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യത്തെ അറിയുക. Presence of God. Amen. പത്മോസിൽ യോഹന്നാൻ പറയുകയാണ്, I saw him, he came to me, near to me. ഞാൻ എവിടാ വീണത്? യോഹന്നാൻ പറയുക, എന്റെ ദൈവമേ, ആ ദർശനം എല്ലാം കൂടെ കണ്ടപ്പം നിന്നിടത്ത് ഞാൻ നിലത്തടിച്ച് തലയിടിച്ച് വീണെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ഞാൻ കണ്ടു 7 നക്ഷത്രം വലം കൈ പിടിച്ച് 7 നിലവിളക്കം കൊണ്ട് ഒരാളിങ്ങനെ വരുന്നത് പോലെ കണ്ടു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ, എന്റെ ദൈവമേ, ഞാനൊരു പാറപ്പുറത്തിരിക്കുകയായിരുന്നു, അവിടുന്ന് ചടപടേ എന്ന് പറഞ്ഞ് താഴെ വീണു. അങ്ങനെയാണോ യോഹന്നാൻ എഴുതിയത്? അല്ല, ഞാൻ അവനെ കണ്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. He was writing about the literal presence of God. പത്മോസിന്റെ ഇന്ന് നമ്മള് ബൈബിൾ സ്കോളേഴ്സിന്റെ നോട്ട്സ് വായിച്ച്, ജോസഫീസിന്റെ നോട്ട്സ് വായിച്ചിട്ട് നമ്മളിങ്ങനെ പറയും, ഈജിയൻ കടലിടുക്കിന്റെ ഈജിയൻ കടലിടുക്കുകൾക്ക് ഇടയിൽപ്പെട്ട ഖനിഗർഭങ്ങളുടെ പത്മോസിന്റെ ദ്വീപിൽ റാരിപ്പറക്കുന്ന കഴുകൻ കണ്ണുകൾക്ക് കീഴെ ചിതറിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾക്ക് കീഴെ കരിവറ്റിക്കിടക്കുന്ന മൃതശരീരങ്ങൾക്ക് ഇടയിൽ വെച്ച് യോഹന്നാൻ ആത്മവിവശനായ എന്നൊക്കെ നമ്മൾ എഴുതും, നമ്മൾ പറയും, നമ്മൾ പ്രസംഗിക്കും. അത് കേൾക്കുമ്പോൾ ജനം കൈയടിക്കും. അന്നേരം നമുക്ക് പിന്നെ ഒന്നും കൂടെ പത്മോസിനെ കുറിച്ച് പഠിക്കാനും പ്രസംഗിക്കാനും ഇഷ്ടമാണ്.
ഇങ്ങനെ വാത്സരങ്ങളിൽ കണ്ടില്ലേ, ഈജിയൻ കടലിടുക്കന്റെ നടുവിൽ കിടന്ന കനിഗർഭങ്ങളിൽ ഒന്നിൽ കരിപുരണ്ട് കിടന്ന ശവങ്ങൾക്കിടയിൽ ചിതറിക്കിടന്ന അസ്ഥികഷ്ണങ്ങൾക്കിടയിൽ റാജിപ്പുറക്കുന്ന കഴുകന്റെ കീഴിൽ ഇങ്ങനെ യോഹന്നാൻ ഇരിക്കുമ്പോൾ, പക്ഷെ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ റാഗിപ്പുറക്കുന്ന കഴുകനെ കുറിച്ചോ കനിഗർഭത്തെ കുറിച്ചോ ഈജിയൻ കടലിടുക്കനെ കുറിച്ചല്ല പറഞ്ഞത്. He was writing about the presence of God and the angels. Holy Spirit, Holy Spirit. ഇന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, sense the presence of God, sense the presence of God. ഞാൻ ആ പത്മോസിൽ മറിഞ്ഞു വീണ് എന്റെ ദൈവമേ ഒരു വല്ലാത്ത കുഴിക്കകത്താ വീണത്. യോഹന്നാൻ അങ്ങനല്ല പറഞ്ഞത്, ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. എന്നിട്ട് നമ്മൾ പറഞ്ഞാൽ ഞാൻ അങ്ങനെ കിടന്നപ്പോ ഏതാണ്ട് ഒരു തണുപ്പ് എന്റെ ശരീരത്ത് പറ്റി. യോഹന്നാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. He was sensing Jesus deeply. നമ്മൾ പലപ്പോഴും ആത്മവിവശതയൊക്കെ അനുഭവിക്കുമ്പോ എന്റെ വസ്ത്രം ഏതാണ്ട് ഒന്നുപോലെ എനിക്ക് വന്നു കേട്ടോ, ഇങ്ങനെ കിടന്നപ്പോ ഏതാണ്ട് ഒരു തണുപ്പ് എന്റെ മേളിൽ വന്നു. നോ, യോഹന്നാൻ അങ്ങനെയല്ല പറയുന്നത്, ഞാൻ വീണത് അവന്റെ കാൽക്കൽ. കാരണം ഞാൻ ചില നാളുകൾക്ക് മുമ്പ് വരെ കണ്ടതല്ലേ അവന്റെ കാല്. I can sense him. I can feel his presence. എന്നെ തൊട്ടതൊരു തണുപ്പല്ല, എന്നെ തൊട്ടതൊരു കാറ്റല്ല, എന്നെ തൊട്ടത് അവന്റെ വലങ്കയ്യാ. I understood his presence. Holy, holy, holy. ഞാൻ പറയട്ടെ, we should understand the wisdom of God. We should understand the will of God. We should understand the presence of God. നാലാമത്തെ വിഷയമാണ്, വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആമേൻ. അതിന് ഞാൻ ഫസ്റ്റ്ലി അതിന്റെ ടോപ്പിക്ക് പറയാം. We should understand the grace of God. നമുക്ക് നൽകപ്പെട്ട കൃപയെ നാം അറിഞ്ഞവരായിരിക്കണം. നമുക്ക് നൽകപ്പെട്ട കൃപയെ നാം അറിയണം. എന്റെ സഹോദരങ്ങളെ, ഞാൻ ആ വാക്യത്തിലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ട കൃപയെ അറിഞ്ഞു, ആ വാക്യത്തിലേക്ക് ഞാൻ വരുന്നില്ല. പകരം കൃപയെ എങ്ങനെ അറിയാം? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളിൽ അനേകരും കൃപയെ അറിയുന്നു. ഞാൻ ഒന്ന് രണ്ട് ഭാഗങ്ങളെ നിങ്ങളെ കാണിക്കാം. പഴയ നിയമത്തിലേക്ക് തന്നെ കടന്നു പോകാം. അപ്പോൾ ഇന്ന് പകൽ നമുക്ക് നമ്മളോട് തന്നെ, ഞാൻ ഈ ഭാഗങ്ങൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ഇച്ചിരി നാണം കേട് തോന്നി കേട്ടോ. ഇനി ഇതിനകത്തിരിക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും ആ ഒരു അനുഭവം ഉണ്ടാകും. ദൈവത്തിന്റെ കൃപയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, കർത്താവെ ഞാൻ എന്തോരം മണ്ടനാണെന്ന് നമ്മൾ തോന്നിപ്പോകും. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിന്റെ 27-28 വാക്യം. വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചപ്പോൾ തന്റെ ദ്രവ്യം ചാക്കിന്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ട് തന്റെ സഹോദരന്മാരോട്, എന്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി, ഇതാ അത് എന്റെ ചാക്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു, ദൈവം നമ്മോട് ചെയ്തത് എന്ത് എന്ന് തമ്മിൽ പറഞ്ഞു. നിങ്ങൾക്ക് ഈ സംഭവം അറിയാം. യോസഫിനെ കണ്ടിട്ട് ചേട്ടന്മാരെല്ലാം കൂടെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ വഴിയമ്പലത്തിൽ വെച്ച് കഴുതയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവരുടെ ധാന്യപാത്രം തുറന്നു. ധാന്യത്തിന്റെ ചാക്കിന്റെ കെട്ടഴിച്ചപ്പോൾ, ഒരുത്തൻ അഴിച്ചപ്പോൾ അതിന്റെ മുകളിൽ അവൻ കൊടുത്ത കാശ് അതിലിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ധാന്യം മുഴുവൻ അവന് ഫ്രീ ആയിട്ട് കിട്ടി. ഫ്രീ ആയിട്ട് കിട്ടിയ ധാന്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് കൃപയോട് കിട്ടിയ ദാനം. കൃപ. ഇവന് കൃപയോടുകൂടെ ഈ ഒരു ചാക്ക് ധാന്യം കൊടുത്തു. ഒരു ചാക്കല്ല, 10 ചാക്കിൽ കൂടുതൽ കൊടുത്തു. ഇത് തുറന്നപ്പോ ഇത് ധാന്യം വിത്തിന്റെ മുകളിൽ അവൻ കൊടുത്ത കാശിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ അടുത്തവന്റെ അടുക്ക പറഞ്ഞു, അയ്യോ ഞാൻ കൊടുത്ത കാശ് എന്റെ കയ്യിലിരിക്കുന്നു, എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടി, എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടി. ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് അവൻ സന്തോഷിക്കുകയല്ല, അവൻ പേടിക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, ഉള്ളം തളർന്നു, ഉള്ളം തളർന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമുക്ക് നൽകിയ ചില കൃപകളുടെ മുമ്പിൽ നമ്മുടെ ഉള്ളം തളർന്നിട്ടുണ്ട്. കാരണം നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത് ദൈവകൃപയാണെന്ന്. പോട്ടെ, പിള്ളേരുടെ കാര്യം ഇങ്ങനെ. എന്നിട്ട് അപ്പന്റെ അടുക്കലേക്ക് നമുക്ക് പോകാം. 42-ാം അധ്യായം 27-28 നമ്മൾ പിള്ളേരുടെ കാര്യം വായിച്ചു. ഇനി അപ്പന്റെ അടുക്കലേക്ക് പോകാം. 35. പിന്നെ അവർ ചാക്കഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തന്റെ ചാക്കിൽ അവനവന്റെ പണക്കെട്ടിരിക്കുന്നു. ആദ്യം ഒരുത്തന് മാത്രമേ കൃപ കിട്ടിയുള്ളൂ. ഇപ്പം പോയ പിള്ളേർക്കെല്ലാം കൃപ കിട്ടി.
ഓരോരുത്തന്റെ ചാക്കിൽ അവനവന്റെ പണക്കെട്ടിരിക്കുന്നു. വേറെ കാശൊന്നുമല്ല, അവനവന്റെ കൊണ്ടുപോയത് തന്നെ. അപ്പം ഇൻഡയറക്ട്ലി ജോസഫ് ഇവരോട് പറയുക, നീ കാശൊന്നും തരണ്ട, ഞാൻ നിന്നെ പോഷിപ്പിച്ചോളാം, ഒരു അഷുറൻസ് കൊടുക്കുക. പക്ഷേ ഓരോരുത്തന്റെ ചാക്കിൽ അവനവന്റെ പണക്കെട്ടിരിക്കുന്നു. അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടു പോയി. അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടു പോയി. അയ്യോ, കണ്ടോ, പണക്കെട്ട് കണ്ടപ്പോ ഭയപ്പെടുകയാണ്. വാസ്തവത്തിൽ ഈ പണക്കെട്ട്, അവനവന്റെ പണക്കെട്ട് തിരികെ കൊടുക്കുമ്പോൾ യോസേഫ് അവരോട് ഇൻഡയറക്ട്ലി പറയുകയായിരുന്നു, നീ ഒരു വിലയും തരണ്ട, നീ ഇവിടെ വന്ന് ധാന്യം വാങ്ങിക്കോ, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം എന്നെ മുമ്പേ ഇവിടെ അയച്ചതാ. പക്ഷേ ഈ കൃപ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ കൃപ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നത് കൊണ്ട് എന്റെ ദൈവമേ, ഇനി എന്തൊരു കഷ്ടമാണോ വരാൻ പോകുന്നത്. 2024 പകുതി ആയപ്പോഴേ ഇത്രയൊക്കെ ആണെങ്കിൽ ഇനി മുമ്പോട്ട് എന്തൊക്കെ ആയിരിക്കും എന്റെ ദൈവമേ. എനിക്കിതൊന്നും ഓർത്തിട്ട് പോലും സഹിക്കാൻ വയ്യ എന്റെ കർത്താവേ. നമ്മൾ നിലവിളിക്കുക. പിള്ളാര് തളർന്നു, അപ്പൻ ഭയപ്പെട്ടു. ഇവരെന്താ പറയുന്നത്? അയ്യോ, ദൈവം എന്താ ഇങ്ങനെ നമ്മളോട് ചെയ്യുന്നത്? ഇതെന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഇതെന്ത്? എന്നിട്ട് 35 വാക്യത്തിൽ ഭയപ്പെട്ടു. എന്നിട്ട് 36 വാക്യത്തിലേക്ക് വരുമ്പോ പറയുക, പണക്കെട്ട് കണ്ടപ്പോ, കൃപ കണ്ടപ്പോ പറയാ, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേഫ് എനിക്കില്ല, ശിമയോൻ എനിക്കില്ല, ബെന്യാമീനില്ല. എന്നിട്ട് അടുത്ത ഒരു ഭാഗമുണ്ട്, നമ്മുടെയൊക്കെ പഴയ അമ്മച്ചിമാരുടെ സ്ഥിരം ഡയലോഗാ, സകലവും എനിക്ക് പ്രതികൂലം തന്നെ, എല്ലാം പ്രതികൂലം. ഏത് സാഹചര്യത്തിലാ യാക്കോബപ്പച്ച ഇത് പറഞ്ഞേ? യാക്കോബെ എപ്പോഴാ ഇത് പറഞ്ഞത്? കൊടുത്തുവിട്ട കാശ് തമ്പുരാൻ മേടിക്കാതെ ഫ്രീ ആയിട്ട് 10 ചാക്ക് ധാന്യവുമായിട്ട് പിള്ളേര് വീട്ടിൽ കയറി വന്നപ്പോ അപ്പൻ പറയുക, എല്ലാം പ്രതികൂലമെന്ന്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില തലമുറകളോട് വ്യക്തിപരമായി ഞാൻ വിളിച്ചു പറയുകയാണ്, നീ പ്രതികൂലമെന്ന് പറയുന്ന വഴികൾക്കകത്ത് ദൈവത്തിന്റെ കരുതലിന്റെ കൃപയുണ്ട്. കൃപയുണ്ട്, കൃപയുണ്ട്, കൃപയുണ്ട്. അവനവന്റെ പണച്ചാക്ക്, അവനവന്റെ പണക്കെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ തളർന്നു, ഇവൻ ഭയന്നു. എന്നിട്ട് ഇവൻ പറയാൻ തുടങ്ങി, പ്രതികൂലോ, പ്രതികൂലോ, പ്രതികൂലോ. ഇന്ന് രാത്രി, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഞാൻ നിന്നോട് പറയാ, നീ പ്രതികൂലമെന്ന് പറയുന്നിടത്ത് ഞാൻ പറയുന്നു, ഇല്ല, അത് ദൈവത്തിന് നിന്നോട് കൃപകളെ പെടുന്ന സമയമാ. നിന്റെ പ്രതികൂലങ്ങളെ നോക്കിയിട്ട് പറ, ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന്. ഓ, നിന്റെ ഭയങ്ങളെ നോക്കിയിട്ട് പറ, ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന്. ഓ, നിന്റെ പോരാട്ടങ്ങളെ നോക്കിയിട്ട് പറ, ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന്. ജരാധരം പ്രൗഢാശരം തരാതി. എന്റെ സഹോദരങ്ങളെ, തീർന്നില്ല. 43:11 വരുമ്പോൾ, 43:11 അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്വീൻ, നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധപ്പശ, കുറെ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ബോഡനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളിൽ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെപ്പീൻ. ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ ചാക്കിന്റെ വായ്ക്കൽ മടങ്ങി വന്ന് ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുകയും. പക്ഷേ അത് കൈമറിച്ചിലായിരിക്കും. കൃപയൊന്നും അല്ല, എങ്ങനെയോ അബദ്ധം പറ്റിയൊക്കെ വന്ന നന്മയാണ്. അതുകൊണ്ട് നീ ഇരട്ടി കാശും കൊണ്ടുപോ, കുറച്ചും കൂടെ സന്നിനായകോ, സുഗന്ധപ്പശ, സാമ്പ്രാണി എന്ന് പറഞ്ഞ ഇപ്രാവശ്യം വിതച്ചതും കൊയ്തതും ഒന്നും പറയാനില്ല. ഇപ്പം തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. പിന്നെ പഴയ സന്നിനായകോ, സാമ്പ്രാണി, ഓൾഡ് സ്റ്റോക്ക് ഒക്കെ ഇരിപ്പുണ്ട്. ആ ഓൾഡ് സ്റ്റോക്ക് ഒക്കെ നീ ഒന്ന് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും നീ ഒന്ന് കുറച്ചും കൂടെ കൂടുതൽ പേ ചെയ്യും. ഞാൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ തക്കവണ്ണം ദൈവം നമ്മളെ ചില പാതകളിൽ കൂടി നടത്തുമ്പോൾ പലപ്പോഴും നമ്മളിൽ അനേകരും പോരാട്ടവാ. എന്നാ ഒന്നും കൂടെ ഉപവസിക്കണം. പക്ഷേ അത് പോരാട്ടം മാറാൻ വേണ്ടി മാത്രമാകരുത്. കുറച്ചും കൂടെ കൃപ എനിക്ക് കിട്ടട്ടെ. യാക്കോബിന് വേണമെങ്കിൽ തിരിച്ചിങ്ങനെ പറയാം. നമുക്ക് ആർക്കും അങ്ങനെ പറയാനുള്ള ധൈര്യം വരത്തില്ല. മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം ആ തമ്പുരാനെ ശിമയോനെ പിടിച്ചു നിർത്തിയിട്ട് സാധനമൊക്കെ ഇങ്ങ് ഫ്രീ ആയിട്ട് തന്നില്ലേ? കാശൊന്നും ഇല്ലാതെ പൊക്കോളാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഒന്നും കൂടെ ചെല്ലുന്നേ, ആ തമ്പുരാന് നിങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന്.
കഴിഞ്ഞ പ്രാവശ്യം ഒന്നും മേടിച്ചില്ലല്ലോ. നിങ്ങൾ 4 കാലിച്ചാക്കുമായിട്ട് പോകും. നിങ്ങൾക്ക് വയറ് നിറച്ച തമ്പുരാൻ വേറെ തന്നുവിടും. കഴിഞ്ഞ പ്രാവശ്യം ഫ്രീ ആയിട്ടല്ലയോ യജമാനനെ തന്നത്, അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങ് താ എന്ന് നിങ്ങൾ പോയി പറ. കുറച്ചും കൂടെ കൃപ മേടിക്കും. നമുക്കായാലും അതിന് ധൈര്യം വരത്തില്ല. പക്ഷെ യാക്കോബ് കുറെ കൂടെ പൈസ കൊടുത്തു വിട്ടു. എന്റെ സഹോദരങ്ങളെ, ഇവരങ്ങനെ പൈസയുമായിട്ടൊക്കെ അവിടെ ചെന്നു. കൃപയുടെ അടുത്ത ലെവൽ ഞാൻ കാണിക്കാം. 43-ാം അധ്യായം 18-ാം വാക്യം, 17-ാം വാക്യം. യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. 16-ാം വാക്യം. അവരോട് ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തന്റെ ഗൃഹവിചാരകന്മാരോട്, നീ ഈ പുരുഷന്മാരെ വീട്ടിൽ കൊണ്ടുപോകാം, അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ബിഹൈൻഡ് ദ സ്ക്രീൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യോസേഫിന്റെ വീട്ടിൽ ഇപ്പോ ഒരു കാളെ അറുക്കുക. യോസേഫിന്റെ വീട്ടിൽ ഇപ്പോ ഒരു ഫീസ്റ്റിനുള്ള സെറ്റപ്പ് ഒരുങ്ങുകയാണ്. എന്നിട്ട് 17-ാം വാക്യം, യോസേഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു, അവരെ യോസേഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. 18-ാം വാക്യം, തങ്ങളെ യോസേഫിന്റെ വീട്ടിൽ കൊണ്ടുപോകയാൽ അവർ ഭയപ്പെട്ടു. മുമ്പേ യോസേഫ് കൊടുത്ത കാശിനകത്ത്, സൗജന്യത്തിനകത്ത് ഭയപ്പെട്ടു. ഇപ്പൊ യോസേഫിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇവര് ഭയപ്പെടുകയും. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് ആരോടോ എന്റെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ചുമ്മാ കിടന്ന് പേടിക്കുക, ചുമ്മാ കിടന്ന് പേടിക്കുക. നീ എന്തിനാ ഈ പേടിക്കുന്നേ? നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അമ്മച്ചിമാര് പറയും, വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും കിയോ കിയോ എന്ന്. വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും. ചില ദൈവമക്കൾ ഇങ്ങനെ കണ്ടോ. യോസേഫിന്റെ വീട്ടിൽ യോസേഫ് മൃഗത്തെ അറുത്ത് വലിയ ഫീസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ 10 എണ്ണത്തെ കൂടെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവുക. ഇന്ന് ഇവർക്ക് നമ്മുടെ കൂടെ ഡിന്നർ. എന്നിട്ട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞു നിങ്ങളെ എല്ലാവരെയും വീട്ടിൽ കൊണ്ടുപോകാൻ. അവിടെ ഇവരെല്ലാവരുടെ ഭയപ്പെട്ട് പറയാം, യോ കഴിഞ്ഞ പ്രാവശ്യത്തെ കാശ് നമ്മുടെ ചാക്കിനകത്തിരുന്നു, അതിനകത്ത് പിടിക്കിച്ചുകാന. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യ നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി നമ്മുടെ കഴുതകളെ എടുത്തുകൊള്ളേണ്ടവരാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. വാസ്തവത്തിൽ എന്തിനാ വിളിച്ചത്? വിരുന്ന് കൊടുക്കാൻ. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താ? എന്നെ വിളിച്ചത് വിരുന്ന് തരാനൊന്നുമല്ല, എന്നെ വിളിച്ചത് അടിമയാക്കാനും. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കർത്താവ് വിളിച്ചത് അടിമയാക്കാനല്ല. അവൻ എന്നെ വിരുന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ എന്റെ വീരെ പിടിച്ച കൊടി സ്നേഹത്തിൻ്റെതായിരുന്നു. ഇന്ന് രാത്രി ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അധൈര്യപ്പെടരുത്. കൃപയാണ്. ചില പ്രതികൂലങ്ങളായിട്ട് നമുക്ക് കാണാം. പക്ഷെ ദൈവം നൽകുന്ന കൃപയെ നമ്മൾ എന്തിനാ പ്രതികൂലമായിട്ട് കാണുന്നത്? ഇനി ഞാൻ ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക്, ആ കൃപയുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരാം. 44-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി, ഓരോരുത്തൻ താന്റെ ചാക്ക് അഴിച്ചു. അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി, ഇളയവന്റെ ഇതുവരെ ശോധന കഴിച്ചു. ബെന്യാമീന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. ബെന്യാമീന്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു. എന്താ യോസഫേ ബെന്യാമീൻ എടുക്കാത്ത ആ പാനപാത്രം ബെന്യാമീന്റെ തലയിൽ കെട്ടിവെച്ചേ? നിനക്ക് രൂപേന്റെ മേളിൽ കെട്ടിവെക്കാൻ വയ്യായിരുന്നു? നിനക്ക് യഹൂദയുടെ മേളിൽ കെട്ടിവെക്കാൻ വയ്യായിരുന്നു? നിനക്ക് നഫ്താലിയുടെയോ ആശേറിന്റെയോ ഗാദിന്റെയോ ചാക്കിൽ കെട്ടിവെക്കാൻ വയ്യായിരുന്നു? അവരല്ലേ നിന്നെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടത്? അവരല്ലേ നിന്റെ ഉടുപ്പ് വലിച്ചു കയറിയത്? അവരല്ലേ നിന്നെ കാശ് വാങ്ങി വിറ്റത്? എന്താ അവരുടെ എങ്ങാനും വെച്ചിട്ട് അവരൊന്നുകൂടെ പേടിക്കത്തില്ലേ? ആ ബെന്യാമീൻ നിന്റെ അനിയനല്ലേ? നിന്റെ അമ്മയുടെ വയറ്റിൽ പിറന്നവനല്ലേ? അവൻ ജനിച്ചപ്പോഴേ അവന്റെ അമ്മ മരിച്ചുപോയല്ലേ? നീ ആ ചേട്ടന്മാരുടെ ഇടി എത്ര കൊണ്ടതാ? അങ്ങനെയെങ്കിൽ ആ അനിയന് നിന്നേക്കാ എത്ര ഇടി കൊണ്ടതാ യോസഫ്? പിന്നെ എന്തിനാ യോസഫേ നീ ആ പാനപാത്രം എടുത്ത കൊച്ചി ഇറക്കണ്ടേ വെച്ചത്? യോസഫ് പറയും, അവരെല്ലാവരെയും കാട്ടിൽ എന്റെ ഹൃദയം പറ്റിയിരിക്കുന്നത് ബെന്യാമീനോടാ, അതുകൊണ്ടാ അവന്റെ ചാക്കിൽ ഞാൻ വെച്ചത്. മറ്റൊരു വലിയ വെളിപ്പാട് യോസഫ് അവിടെ പറയുക. ബെന്യാമീൻ ചെയ്യാത്ത കുറ്റം ഞാൻ ബെന്യാമീന്റെ തലയെ കെട്ടിവെച്ചത്
എനിക്ക് ബെന്യാമീനോട് അത്രയും സ്നേഹം ഉണ്ടായിട്ടാ. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം അറിയുന്നു, ഞാൻ ചെയ്യാത്ത കുറ്റം പൊത്തിഫറിന്റെ തലയെ കെട്ടിവെച്ചത്. ഞാൻ ചെയ്യാത്ത കാര്യത്തിന് പൊത്തിഫറിന്റെ കാരാഗ്രഹത്തിൽ ഞാൻ കടന്നു. ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ട് ഞാൻ ഈ മിസ്രയീമിലേക്ക് വരുത്തപ്പെട്ടതും എന്റെ ദൈവത്തിന് എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഞാൻ ഒത്തിരി സ്നേഹിച്ച ബെന്യാമീന്റെ മേലല്ലേ ഞാനൊരു കള്ളക്കേസ് വെച്ചത്. എന്റെ മുകളിൽ ഇന്നലകളിൽ ചുമത്തപ്പെട്ട എല്ലാ കള്ളക്കേസുകളും എന്റെ ദൈവത്തിന് എന്നോടുള്ള പ്രണയമായിരുന്നു. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു വലിയ ഉദ്ദേശമുള്ളത് കൊണ്ടായിരുന്നു. യോസേഫ് ബെന്യാമീനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നീ എടുക്കാത്ത ഒരു പാനപാത്രം നിന്റെ ചാക്കിൽ വന്നില്ലേ? അത് നിന്റെ ജ്യേഷ്ഠനായ ഞാനാ വെച്ചത്. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചെയ്യാത്തതും ഞാൻ പറയാത്തതും ഒത്തിരി ഞാൻ അനുഭവിച്ചു. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി എന്നെ സ്നേഹിക്കുന്ന ഒരു യജമാനൻ, ഒരപ്പൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാ ഇതെല്ലാം എന്റെ മേൽ അനുവദിച്ചത്. ഞാൻ കരുതുന്നു യോസെഫിന് ശിമയോനുമായിട്ടും എന്തോ ഒരു ഭയങ്കര ബോണ്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാ ശിമയോനെ പിടിച്ച് തടവിലാക്കിയത്. ഇന്ന് പകൽ നമ്മളോടുള്ള ദൈവത്തിന്റെ ചില ഫേവറുകൾ, നമ്മളോടുള്ള ദൈവത്തിന്റെ ചില കൃപകൾ, അതിന്റെ മാനറിസം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് വരും. പക്ഷെ നീ അധൈര്യപ്പെട്ടു പോകരുത്. ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപയെ തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ രോഗമോ നിന്ദയോ അപവാദങ്ങളോ കഷ്ടതകളോ ഞെരുക്കങ്ങളോ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അതൊന്നും നിന്നെ തകർക്കുവാനല്ല, നിന്റെ മേലുള്ള അവന്റെ കൃപ വെളിപ്പെടുത്താൻ. നീ ഒന്നും കൂടെ അവനോട് പറ്റിയിരിക്കാനാ. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. സഹോദരന്മാരുടെ എല്ലാം ചാക്കിൽ അവനവന്റെ കാശുണ്ടായിരുന്നു. അവരെല്ലാവരും എന്ത് ചെയ്തെന്നറിയാമോ? അതും കൊണ്ട് നേരെ അപ്പന്റെ വീട്ടിൽ പോയി. പക്ഷെ ഇപ്രാവശ്യം ബെന്യാമീന്റെ ചാക്കിൽ യോസെഫിന്റെ പാനപാത്രം കണ്ടു എന്ന് എഴുതിയിട്ട് അതിന്റെ അടുത്ത വാക്കിൽ എഴുതിയിരിക്കുകയാണ്, അവർ തിരിച്ച് യോസെഫിന്റെ അടുക്കലേക്ക് പോയി. കാരണം യോസെഫിനൊരു കാര്യം മനസ്സിലായി, അവര് തന്ന കാശ് ഞാൻ അവരുടെ ചാക്കി കൊണ്ട് വെച്ചു കൊടുത്താൽ അവരാ പോക്ക് അങ്ങനെ അങ്ങ് പോകും. ഇനി അടുത്ത ധാന്യത്തിനെ ഇവര് എന്റെ അടുക്കൽ വരത്തുള്ളൂ. പക്ഷെ എന്റെ പാനപാത്രം വെച്ച് ഞാൻ ഒരു ലോക്ക് ചെയ്താൽ ബെന്യാമീൻ പോകത്തില്ല, ഇനി വരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, തമ്പുരാൻ ചില പ്രതികൂലത്തിന്റെ ലോക്കുകൾ എനിക്കും നിങ്ങൾക്ക് വിട്ടത് തമ്പുരാനെ വിട്ടെങ്ങും പോവാതിരിക്കേണ്ടതല്ല. തമ്പുരാൻ അറിയാം, അല്ലേ നമ്മൾ അടുത്ത വിശപ്പിന്റെ അടുത്ത പ്രശ്നത്തിന്റെ അടുത്ത പോരാട്ടത്തിന്റെ സമയത്തെ പിന്നെ ഉപവാസം ഇരിക്കത്തുള്ളത് കർത്താവിന് അറിയാം. അല്ലാതെ നമ്മൾ ഇനിയും എന്റെ ദൈവമേ നമ്മൾ ഉറക്കം വിളിക്കത്തില്ലെന്ന് കർത്താവിന് അറിയാം. അല്ലാതെ നമ്മുടെ കണ്ണൊന്നും നിറയത്തില്ലെന്ന് കർത്താവിന് അറിയാം. അല്ലെങ്കിൽ നമ്മളൊന്നും ആത്മാവിൽ നിറയത്തില്ലെന്ന് കർത്താവിന് അറിയാം. അപ്പൊ ബെന്യാമീന്റെ ചാക്കിൽ എന്തിനാ കർത്താവെ അത് വെച്ചത്? കർത്താവ് സിമ്പിളായിട്ട് പറയും, അവനെ ഇങ്ങനെ തിരിച്ചു പിടിക്കാൻ, എന്നെ തകർക്കുവാനോ എന്നെ മുടിക്കുവാനോ അല്ല. എന്റെ ദൈവം എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കാന് എന്റെ ജീവിതത്തിൽ തരുന്നതല്ല. ഉപവാസത്തിൽ ഇരിക്കുന്ന ദൈവമല്ലേ, ദൈവത്തിന്റെ ജ്ഞാനത്തെ അറിഞ്ഞു, ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിഞ്ഞു, ദൈവത്തിന്റെ ഹിതത്തെ അറിഞ്ഞു, ദൈവത്തിന്റെ കൃപയെ അറിഞ്ഞു, ദൈവം വിശ്വസ്തന. എല്ലാ ദൈവമക്കൾക്കും ശ്രേഷ്ഠ ദൈവഭൃത്യന്മാർ, ആത്മീയ പിതാക്കന്മാരായുള്ള കർത്തദാസന്മാർ, ശ്രേഷ്ഠന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഏവർക്കും ഒത്തിരി ബഹുമാനത്തോടെ സ്നേഹത്തോടെ വന്ദനം നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസന്മാർ, ബിജു ബ്രദർ, റാൽസൺ ബ്രദർ, എല്ലാ ദൈവഭൃത്യന്മാരും ഒത്തിരി നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. God bless you.
ഓർത്തിടും കൃപയാ ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് മണ്ണിപ്പനാവിനാവതില്ലേ എത്രയോ ശ്രേഷ്ഠമാണ് കരുതൽ എന്നെന്നും ഓർത്തിടും കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 നിത്യൽ പകർന്നൊരു ശക്തിയിത് കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 നിത്യൽ പകർന്നൊരു ശക്തിയിത് വിളകളിൽ അഴുതോഷിയേറിടും ആളുകളിൽ തകിടാതെ മനം കരുത്തവൻ തകിടും നിത്യവും മകളേറിടും വിളകളിൽ അഴുതോഷിയേറിടും ആളുകളിൽ തകിടാതെ മനം കരുത്തവൻ തകിടും നിത്യവും കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 നിന്നിൽ പകർന്നൊരു ശക്തിയിത് കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 നിന്നിൽ പകർന്നൊരു ശക്തിയിത് കൂട്ടിനവന്റെ കൂടെ വരും മരണത്തിൻ താഴ്വര കൂടിടുമ്പോ എല്ലും ഭയമേനി യേശുവില്ല ഉറ്റവരേവരും കൈയിടുമ്പോ കൂട്ടിനവന്റെ കൂടെ വരും മരണത്തിൻ താഴ്വര കൂടിടുമ്പോ എല്ലും ഭയമേനി യേശുവില്ല കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത് കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തിയിത് ആയിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലേ ക്ലേശം മാറിടുമേ നഗരവരെത്തും കൂടെയുണ്ട് ആയിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലേ ക്ലേശം മാറിടുമേ നഗരവരെത്തും കൂടെയുണ്ട് കൃപയാ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 നിന്നിൽ പകർന്നൊരു ശക്തിയിത് സ്നേഹിച്ച സ്നേഹമിത് കൃപയാ 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 നിന്നിൽ പകർന്നൊരു ശക്തിയിത് ആയിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലേ ക്ലേശം മാറിടുമേ നഗരവരെത്തും കൂടെയുണ്ട് ആയിരം
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷ കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന പ്രത്യാൽ നിന്ന് ദൈവവചനത്തിൽ കൂടി നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ ജ്ഞാനം, the wisdom of safety, the wisdom of sanctification, the wisdom for empowerment, the wisdom of the will of God, understanding of God, the presence of the God, പ്രതിയാൾ ഗ്രേസ് ഓഫ് ദ ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം എൻ്റെ ദാസി കൂടി കേൾപ്പിക്കുവാനിടയായാലും ഈ ദിവസങ്ങൾ നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധിയിൽ വീണ്ടും നമ്മൾ സമർപ്പണത്തോടെ ആയിരിക്കാം. പ്രത്യേകിച്ച് സാം മാത്യു പാസ്റ്ററിനോട് പ്രൊഫസറുടെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് സഹകരിച്ച എല്ലാ ദേവദാസന്മാരെയും പ്രത്യേകിച്ച് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രൊഫസറുടെ പേരിലുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. തുടർന്ന് ക്ലോസിംഗ് പ്രെയർ ബെനിഡിക്ഷൻ പാസ്റ്റർ വർഗീസ് ദേവദാസനെ ക്ഷണിക്കുന്നു. അപ്പോൾ തന്നെ സൈനിങ് ഓഫ് ജോർജ് തോമസും ചെയ്യുന്നത്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ സമയം നീ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. ബസ് ഓസ്ട്രേലിയയുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിച്ചതായ പ്രാരംഭ സമയം മുതൽ അവസാന സമയം വരെയും അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ശുശ്രൂഷകളെ അങ്ങ് ഫലമേറ്റ് നടത്തിയതിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പ്രാർത്ഥിപ്പാൻ പ്രിയപ്പെട്ടവരെ നീ ഒരുക്കിയതിനായി സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കൃപ ചെയ്തല്ലോ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾ പ്രാർത്ഥിച്ചതായ വിഷയങ്ങൾക്ക് അങ്ങയുടെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓസ്ട്രേലിയയിൽ വാസ്തവമായി ഒരു ഉണർവുണ്ടാകുവാൻ തക്കവണ്ണം കർത്താവെ കാരണമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ അതിന് ഉപയോഗമുള്ളവരാക്കി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആരാധിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ നീ സഹായിച്ചല്ലോ. വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെയും പ്രിയപ്പെട്ടവരെയും നീ ഒരുക്കിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവസന്നിധിയിലായിരുന്നതായ സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹം പ്രാപിപ്പാനിടയാക്കിയല്ലോ. കർത്താവെ, അങ്ങയുടെ ദാസൻ സാം മാത്യു പാസ്റ്ററിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതായ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ ജ്ഞാനം ഭോഷത്വമായി മാറുമ്പോൾ ദൈവിക ജ്ഞാനം പ്രാപിച്ചവരായി, ദൈവത്തെ അന്വേഷിച്ചവരായി, ദൈവകൃപ പ്രാപിച്ചവരായി ഞങ്ങളുടെ ജീവിതകാലം കഴിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ശക്തിയായി പിന്നെയും ഉപയോഗിക്കുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നൽകിക്കൊടുക്കുമാറാകണമേ. അനേകർക്ക് ആശ്വാസത്തിനും വിടുതലിനും കാരണമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസൻ റാൽസിനെ ഉപയോഗിച്ചതിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അധികം ശുശ്രൂഷകൾക്കായി നിന്റെ ദാസനെയും ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഇത്രത്തോളം അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കി സന്തോഷത്തോടെ ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. നാളെ വൈകിട്ട് നടക്കുന്നതായ കർത്താവെ ഉപവാസ പ്രാർത്ഥനയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ഒരുക്കുമാറാകണം. വിശിഷ്യ കർത്താവെ, ദൈവവചനമായി കടന്നു വരുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. കടന്നു വരുന്ന ദൈവമക്കൾക്ക് ആശ്വാസവും വിടുതലും അനുഗ്രഹവുമായി തീരുവാൻ തക്കവണ്ണം
അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷ കാരണമാക്കി തീർക്കുമാറാകണമേ അമ്മ ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്ലസ് ഓസ്ട്രേലിയയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ ദൈവദാസന്മാർക്കായും സ്തോത്രം. പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവിക സാന്നിധ്യം എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ആത്മീയ സന്തോഷം എല്ലാവരും പ്രാപിപ്പാനും ആത്മനിറവിൽ ശുശ്രൂഷിപ്പാനും തക്കവണ്ണം അങ്ങ് കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, പിന്നെയും സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ, വിശേഷാൽ ഓസ്ട്രേലിയ പ്രവർത്തനോടും കൂടെ ഇന്നും നിലനിൽക്കും കർത്താവിന്റെ വരവുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രിയിൽ നമുക്ക് ജയം തന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. Praise the Lord. I'd like to take this time to offer our thanks to Evangelist Ross and Raju for leading this meeting, and Brother Joji John and his team from Geelong for leading us into a time of worship. I'd also like to extend our gratitude to Pastor Sam Matthew for preparing this powerful message, and of course to all of you who have joined us today. Just as a reminder, tomorrow is the last day of our national fasting prayer, so please join us at 7 p.m. AEST, hoping to see you all there.